ഹായ് ഓൾ, വെൽക്കം ടു IC അക്കാഡമി. നമ്മൾ ഈ സെഷനിൽ മോഡേൺ സർവേയുടെ അടുത്ത പോർഷനിലേക്കാണ് കിടക്കുന്നത്. ഓക്കെ, വി ആർ ടോക്കിംഗ് അബൌട്ട് പ്രീവിയസ് സെഷനിൽ നമ്മൾ ഏതൊക്കെ പറഞ്ഞു, EDM പറഞ്ഞു നമ്മൾ, ആൻഡ് ടോട്ടലൈസേഷൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇൻ ദിസ് സെഷൻ വി ആർ ഗോയിങ് ടു ഡിസ്കസ് GPS, റിമോട്ട് സെൻസിങ് ആൻഡ് GIS ആണ്. ഓക്കെ അല്ലേ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് നമുക്ക് പറയാറുണ്ട്. GPS ക്വസ്റ്റ്യൻസ് ഈയിടെ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ക്ലിയർ അല്ലേ? GPS എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ഫസ്റ്റ് വി ഹാവ് ടു നോ വാട്ട് ഈസ് GNSS. ഓക്കെ, എന്താണ് GPS എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മളെല്ലാവരും ഫോണിൽ യൂസ് ചെയ്യുന്നതാണ് GPS അല്ലേ? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാണ് അല്ലേ? ഏതൊരു ഒബ്ജക്റ്റും വി ക്യാൻ ലൊക്കേറ്റ് എനി ഒബ്ജക്റ്റ് ഓൺ ദ എർത്ത് സർഫസ്. അതായത് നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് അറിയണമെങ്കിലും അല്ലെ, വേർ ആം ഐ ഓൺ ദ എർത്ത് സർഫസ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തരുന്ന സാധനമാണിത് GPS എന്ന് പറയുന്നത് അല്ലേ? ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം. ഇറ്റ് ഈസ് യൂസ് ടു ലൊക്കേറ്റ് എനി ഒബ്ജക്റ്റ് ഓൺ ദ എർത്ത് സർഫസ് ആണ്. ഇറ്റ് ഈസ് യൂസ് ടു ലൊക്കേറ്റ് എനി ഒബ്ജക്റ്റ് ഓൺ ദ എർത്ത് സർഫസ് അല്ലേ? ഓക്കെ, GPS മനസ്സിലാക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് GNSS എന്താണെന്നാണ്. വാട്ട് യു മീൻ ബൈ GNSS? ഓക്കെ, ആദ്യം GNSS മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഫർദർ അങ്ങോട്ട് പോകുന്നതിൽ കാര്യമുള്ളൂ. വാട്ട് ഈസ് GNSS? ഇറ്റ് ഈസ് ഗ്ലോബൽ നാവിഗേഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം ആണ്. ദിസ് ഈസ് നത്തിങ് ബട്ട് ഗ്ലോബൽ നാവിഗേഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം. നാവിഗേഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന സാധനത്തിനെ ചുരുക്കി പറയുന്നതാണെന്ത് GNSS എന്ന് പറഞ്ഞാൽ. അതായത് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം മീൻസ് നമുക്ക് എൻറ്റയർ എർത്തിനെ കവർ ചെയ്യാൻ പറ്റുന്ന സാറ്റലൈറ്റ് സിസ്റ്റം ആണ്. യൂസിങ് വിച്ച് വി ക്യാൻ ലൊക്കേറ്റ് എനി പോയിന്റ് yes, in which coordinate? In latitude and longitudinal coordinate. In latitude and longitudinal coordinates. Latitude and longitudinal coordinates. ഈ ഒരു കോർഡിനേറ്റിൽ നമുക്ക് ഏതൊരു പോയിന്റിനെയും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണിത് GNSS എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് ഈ പറയുന്ന ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ നമ്മൾ ഇങ്ങനെയും പറയാറുണ്ട്, ഓർ ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് ECEF. ECF means Earth Centered Earth Fixed System. Earth Fixed System. Okay, Fixed Earth Centered Earth Fixed, അതാണ് ECEF, Earth Centered Earth Fixed System. ഓക്കെ, അതായത് നമുക്കറിയാം, നോക്കിയേ, പഴയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? എന്താണ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? നോക്കിയേ, ദർ വിൽ ബി എൻ X ആക്സിസ്, ദർ വിൽ ബി എൻ Y ആക്സിസ് അല്ലേ? സോ A എന്ന് പറയുന്ന പോയിന്റ് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുക? A is X, Y അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, കാർട്ടീഷ്യൻ സിസ്റ്റം അല്ലെങ്കിൽ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ? അതേപോലെ ഇഫ് യു വാണ്ട് ടു ലൊക്കേറ്റ് എനി പോയിന്റ് ഓൺ ദ എർത്ത് സർഫസ്, വി ആർ ഗോയിങ് ടു സ്പെസിഫൈ ദ പൊസിഷൻ ഓഫ് ദ പോയിന്റ് ബേസ്ഡ് ഓൺ ദ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ കോർഡിനേറ്റ് ആണ്. ആൻഡ് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ബേസ്ഡ് ഓൺ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ കോർഡിനേറ്റിൽ പറയുന്നതിനെ നമ്മൾ ECEF എന്നാണ് പറയുക, എർത്ത് സെൻറ്റേർഡ് എർത്ത് ഫിക്സ്ഡ് സിസ്റ്റം. ക്ലിയർ അല്ലേ? ദിസ് ഈസ് ഓൾസോ ടേംഡ് ആസ് GSP, ദാറ്റ് ഈസ് ജിയോസ്പേഷ്യൽ പൊസിഷൻ എന്നും പറയും. ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് ജിയോസ്പേഷ്യൽ പൊസിഷൻ. ജിയോസ്പേഷ്യൽ പൊസിഷൻ എന്നും പറയാറുണ്ട്. ക്ലിയർ ആണോ? അതിനാണ് നമ്മൾ GSP എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ എവറിത്തിങ് ഈസ് സെയിം. ഇങ്ങനെ ചോദിക്കാം, ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കോർഡിനേറ്റ്സിൽ ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ലൊക്കേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് യു ആർ ലൊക്കേറ്റിംഗ് എൻ ഒബ്ജക്റ്റ് ഇൻ ECEF സിസ്റ്റം, ഓർ യു ആർ എക്സ്പ്ലെയിനിങ് ദ GSP, ദാറ്റ് ഈസ് ജിയോ സ്പേഷ്യൽ പൊസിഷനിങ് ഓഫ് എ പോയിന്റ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ, എല്ലാം ഒന്ന് തന്നെയാണ്, അറിഞ്ഞിരിക്കാം. ഇനി എന്താണ് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? എന്താണ് വാട്ട് യു മീൻ ബൈ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്? വാട്ട് യു മീൻ ബൈ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്? നോക്കി, ഇതാണ് നമ്മുടെ എർത്ത്. ലെറ്റ്സ് സേ ദിസ് അവർ എർത്ത് ആണ്. ഓക്കെ, ആൻഡ് തീർച്ചയായിട്ടും വി നോ ദിസ് ഇസ് ദ ഇക്വറ്റോറിയൽ അല്ലേ? ഇതാണ് ഇക്വേറ്റർ ഓഫ് ദ എർത്ത്. ഓക്കെ, ഇതാണ് ഇക്വേറ്റർ ഓഫ് ദ എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് വി ഓൾസോ ഹാവിങ് എ വെരി ഇമ്പോർട്ടൻറ്റ് വെർട്ടിക്കൽ ലൈൻ. ഓക്കെ, ഇതിനാണ് നമ്മൾ പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് ടേംഡ് ആസ് അല്ലേ? നമ്മൾ ആസ്ട്രോണമിയിൽ ഇപ്പം നമുക്ക് സിലബസിലില്ല, പണ്ട് നമ്മൾ പഠിക്കാറുണ്ടായിരുന്നു. പ്രൈം മെറിഡിയൻ അല്ലേ? കോളേജിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വെർട്ടിക്കൽ ലൈൻ ആണ്. സോ ദർ ഈസ് എൻ ഇക്വേറ്റർ, ദർ ഈസ് എ പ്രൈം മെറിഡിയൻ, ആൻഡ് വാട്ട് എവർ ദ ലൈൻ യു ആർ ഡ്രോയിങ് ഇൻ പാരലൽ ടു ദിസ് ഇക്വേറ്റർ, അതായത് നിങ്ങൾ ഇത്തരത്തിലുള്ള ലൈൻസ് ഡ്രോ എന്ന് വെച്ചോ, ഇഫ് യു ഡ്രോയിങ് ദിസ് കൈൻഡ് ഓഫ് ലൈൻസ്, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ദീസ് ലൈൻസ് ആർ ടേംഡ് ആസ് എന്താണ് പറയൂ? ലാറ്റിറ്റ്യൂഡ് ആണോ ലോഞ്ചിറ്റ്യൂഡ് ആണോ? ഇപ്പോൾ വരച്ചിരിക്കുന്ന ഈ ലൈൻസിനാണ്, ബ്ലൂ കളർ ലൈൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾ ദീസ് blue colored line including the equator of the earth.
ഇൻക്ലൂഡിങ് ദ ഇക്വേറ്റർ ഓഫ് ദ എർത്ത്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ യെസ് എന്തായിരിക്കും ലോഞ്ചിറ്റ്യൂഡ് എന്തായിരിക്കും യെസ് ഓൾ ദീസ് റെഡ് കളർ ലൈൻസ് ദാറ്റ് ഈസ് ഓൾ ദ ലൈൻസ് പാരലൽ ടു ദീസ് പ്രൈം മെറിഡിയൻ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ദീസ് ആർ ടേംഡ് ആസ് ലാറ്റിറ്റ്യൂഡ്സ്. അതായത് ബേസിക്കലി എർത്തിനെ നമ്മൾ ഒരു ഗ്രിഡാക്കി എന്ത് ചെയ്യാണ് നമ്മൾ യെസ് മാറ്റിയിട്ടുണ്ട് യൂസിങ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. ഓക്കെ all the red color lines are longitudes. ഓക്കെ നമുക്ക് എളുപ്പമാണ് നമുക്ക് ഏതൊരു പോയിന്റ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നോക്കിയാൽ ഞാൻ പ്രൈം മെറിഡിയനെ ഇക്വേറ്ററിനെ ഞാനൊന്ന് എന്ത് ചെയ്യാണ് ഓക്കെ വീണ്ടും ഗ്രീൻ കളറിൽ വരയ്ക്കുകയാണ്. ഓക്കെ സോ ദാറ്റ് ഇറ്റ് ഈസ് ക്ലിയർലി വിസിബിൾ ടു അസ്. ഓക്കെ അതേപോലെ പ്രൈം മെറിഡിയനെയും ഞാൻ എന്ത് ചെയ്യാണ് വീണ്ടും ഓക്കെ ദീസ് ആർ ദ റെഫറൻസ് ആക്സിസ്. ഓക്കെ സോ ആ ഒരു പോയിന്റും കൂടി നമുക്ക് ചോദ്യമാണ്. വെയിറ്റ് എന്താണ് ഞാൻ ഈ പ്രൈം മെറിഡിയനെ ഒന്നുകൂടി എന്താണ് ഒന്ന് ഗ്രീൻ കളറിൽ വരയ്ക്കുകയാണ്. സോ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ക്ലിയർലി വിസിബിൾ. സോ ദാറ്റ് ഇറ്റ് ഈസ് എന്താണ് യെസ് ക്ലിയർലി വിസിബിൾ ആണ്. നോക്കിയേ ദിസ് ഇസ് എ പ്രൈം മെറിഡിയൻ. ലൈക്ക് നമ്മൾ പറഞ്ഞില്ലേ എന്താണ് നോക്കിയേ നമ്മളിത് എക്സ് വൈ കോർഡിനേറ്റ് ആയിരുന്നു ഇവിടുത്തെ റെഫറൻസ് ആക്സിസ് അല്ലേ. എക്സ് വൈ കോർഡിനേറ്റ്സ് ആർ ദ റെഫറൻസ് ആക്സിസ് എന്ന് പറയും പോലെ നമ്മുടെ ECEFലെ അതായത് ഇതാണ് ECEFലെ റെഫറൻസ് ആക്സിസ് ഏതൊക്കെയാണ് വാട്ട് ആർ ദ റെഫറൻസ് ആക്സിസ് ഇൻ ECF എന്ന് ചോദിച്ചാൽ ഏതാ പറയുന്നത് പ്രൈം മെറിഡിയൻ ആൻഡ് ഇക്വേറ്റർ ആണ്. ഓക്കെ പ്രൈം മെറിഡിയൻ ആൻഡ് ഏതാണ് ഇക്വേറ്റർ ആണ്. ക്ലിയർ അല്ലേ? ഇത് നോക്കിയാൽ ജസ്റ്റ് ലൊക്കേറ്റ് എ പോയിന്റ് ഇൻ ദിസ് സിസ്റ്റം. ലെറ്റ്സ് സേ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ലെറ്റ്സ് സേ എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ട്. ഓക്കെ ലെറ്റ്സ് സേ ദിസ് ഇസ് പോയിന്റ് എ. അങ്ങനെയാണെങ്കിൽ എനെ നമ്മൾ എങ്ങനെയാണ് പറയാം അതായത് നമ്മുടെ ഇക്വേറ്റർ എന്താണ് അല്ലെ നോർത്ത് ഡയറക്ഷനിലേക്ക് ഇതെന്താണ് നോർത്ത് ഡയറക്ഷൻ ആണ് ഇതെന്താണ് സൗത്ത് ഡയറക്ഷൻ ആണ് ആൻഡ് ദിസ് ഈസ് ഈസ്റ്റ് തീർച്ചയായിട്ടും ഇതെന്താണ് വെസ്റ്റ് ആണ് അല്ലേ. സോ ഇക്വേറ്ററിൽ നിന്ന് നോർത്തിലേക്ക് മാറിയിട്ടാണ് എത്ര നോർത്തിലേക്ക് മാറിയിട്ടായിരിക്കും ചിലപ്പം വെറുതെ പറയാണ് 20 ഡിഗ്രി നോർത്ത് ആയിരിക്കാം. ആൻഡ് ഈ പ്രൈം മെറിഡിയൻ നിന്ന് എങ്ങോട്ടാണ് വെസ്റ്റിലേക്കാണ്. ലെറ്റ്സ് സേ എത്രയാണ് 35 ഡിഗ്രി എന്താണ് വെസ്റ്റിലേക്കാണ്. ക്ലിയർ ആണ്? ദിസ് ഇസ് ഹൗ യു ലൊക്കേറ്റ് എ പോയിന്റ് ഓൺ എർത്ത് സർഫസ്. ഓക്കെ അല്ലേ 20 ഡിഗ്രി നോർത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് ലാറ്റിറ്റ്യൂഡൽ ഡിസ്റ്റൻസ് ആണ് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ദ ഇക്വേറ്റർ ആണ് പറയുന്നത്. 35 ഡിഗ്രി വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് യു ആർ എക്സ്പ്ലെയിനിങ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ പ്രൈം മെറിഡിയൻ. ഇങ്ങനെ നിങ്ങളൊരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് എന്ത് പറയുക യെസ് ഈ പരിപാടിയാണ് നമ്മൾ എന്താ പറയുക GNSS എന്ന് പറയുന്നത് ഗ്ലോബൽ നാവിഗേഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഒരു പോയിന്റ് നിങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നു ദാറ്റ് ഈസ് ടേംഡ് ആസ് GNSS. ക്ലിയർ? ആൻഡ് ഈ ഒരു സിസ്റ്റത്തിനെ ദാറ്റ് ഈസ് എക്സ്പ്രസിങ് ഇൻ ടേംസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് അതിനാണ് നമ്മൾ ECEF സിസ്റ്റം അല്ലെങ്കിൽ ജിയോ സ്പേഷ്യൽ പൊസിഷനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഈ സാർ ഓക്കെ യെസ്. ഇനി പോയിന്റ് ഡിസ്കഷൻ എന്താണ് നോക്കിയേ GNSS ഓഫ് അമേരിക്ക GNSS ഇതാണ് ജനറൽ ടേം ആണ്. GNSS ഓഫ് US യുണൈറ്റഡ് സ്റ്റേറ്റ് ഈസ് ടേംഡ് ആസ് GPS ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് GPS എന്ന് പറയുന്നത് അതായത് ജിയോ ഗ്ലോബൽ യെസ് GPS അല്ലേ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് GPS എന്ന് പറയുന്നത്. GPS എന്ന് പറഞ്ഞാൽ എന്താണോ യെസ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണല്ലേ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. നോക്കിയേ ആൻഡ് GNSS ഓഫ് അതായത് ഗ്ലോബൽ ലെവലിൽ എർത്ത് ലെവലിൽ അല്ലേ എൻറ്റയർ എർത്തിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് അവരുടെ സാറ്റലൈറ്റ് സിസ്റ്റംസ് ഉള്ളത്. ഒന്ന് ആർക്കാണുള്ളത് അമേരിക്കയ്ക്ക് ഉണ്ട് ദാറ്റ് ഈസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഹാവിങ് ഫോർ റഷ്യ ഈസ് ഓൾസോ ഹാവിങ് എ GNSS. റഷ്യയുടെ GNSSന് എന്താ പറയുക യെസ് ഇറ്റ് ഈസ് ടേംഡ് ആസ് ഗ്ലോണസ് എന്നാണ്. ഓക്കെ യെസ് ഇറ്റ് ഈസ് ടേംഡ് ആസ് GLONASS ഗ്ലോണസ് എന്നാണ് പറയാറുള്ളത്. ആൻഡ് തേർഡ് വൺ പിന്നെ ആർക്കാണുള്ളത് എൻറ്റയർ എർത്ത് കവർ ചെയ്യുന്ന രീതിയിൽ പിന്നുള്ളത് യൂറോപ്പിനാണ്. ഓക്കെ യൂറോപ്പ് ഈസ് ഹാവിങ് ദിസ് തിങ്. ഓക്കെ ആൻഡ് അവരുടെ GNSSനെ നമ്മൾ പറയുന്ന പേരാണ് ഗലീലിയോ. ഇറ്റ് ഈസ് ടേംഡ് ആസ് വാട്ട് ഈസ് സ്പെല്ലിംഗ് ഓഫ് ഗലീലിയോ യെസ് ഗലീലിയോ. ക്ലിയർ യെസ് ക്ലിയർ അല്ലേ? ആൻഡ് ഇതാണ് ഗ്ലോബൽ ലെവലിൽ സാറ്റലൈറ്റ് വെച്ച് കവറേജ് ഉള്ള മൂന്നേ ആൾക്കാരേ ഉള്ളൂ. ഒന്ന് US ആണ്, സെക്കൻഡ് വൺ ഈസ് യൂറോപ്പ്, ദെൻ വി ആർ ഹാവിങ് റഷ്യ. ഓക്കെ ആൻഡ് റീജിയണൽ നാവിഗേഷൻ സിസ്റ്റം എന്തായിരിക്കും RNSS എന്തായിരിക്കും വാട്ട് യു മീൻ ബൈ RNSS എന്തായിരിക്കും വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയേ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് റീജിയണൽ നാവിഗേഷണൽ സാറ്റലൈറ്റ് സിസ്റ്റമാണ്. അതായത് എൻറ്റയർ എർത്തിനെ കവർ ചെയ്യാൻ പറ്റില്ല ബട്ട് യൂസിങ് ദിസ് സാറ്റലൈറ്റ് സിസ്റ്റം ദേ ക്യാൻ കളക്ട് ദ ഡാറ്റ അബൌട്ട് എ പർട്ടിക്കുലർ കൺട്രി ആൻഡ് അതിന് ചുറ്റുമുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യെസ് ഇന്ത്യക്ക് എന്തുള്ളത് ഇന്ത്യയുടെ എന്താ പറയുക IRNSS ആണ് അല്ലേ IRNSS ആണ്. എന്താണോ IRNSS ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ്. ഇന്ത്യക്ക് സ്വന്തം എന്തുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന കൺട്രീനെയും അതിന് ചുറ്റുമുള്ള 500 കിലോമീറ്റേഴ്സും കവർ ചെയ്യുന്ന രീതിയിലുള്ള സാറ്റലൈറ്റ് സിസ്റ്റംസ് ആർ അവൈലബിൾ. അതിനെയാണ് നമ്മൾ റീജിയണൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്ത്യ ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു IRNSS എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? ദിസ് ഈസ് ഫോർ ഇന്ത്യ ആണ്. ദെൻ ഓൾസോ ചൈനയ്ക്കും എന്താ ഉള്ളത് ചൈന ഈസ് ഓൾസോ ഹാവിങ് എ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ആണ്. ദാറ്റ് ഈസ് ടേംഡ് ആസ് ബെയ്ഡോ ആണ്. ഓക്കെ ഇറ്റ് ഈസ് ടേംഡ് ആസ് ലെറ്റ് മീ ചെക്ക് ദ സ്പെല്ലിംഗ് ഇറ്റ് ഈസ് ബെയ്ഡോ ഈസ് ഫോർ ഏതാണ് ബെയ്ഡോ ആണ്. ഇറ്റ് ഈസ് ഓഫ് ചൈനയാണ്. ഓക്കെ ഇറ്റ് ഈസ് ഓഫ് ചൈന. IRNSS ഏതാണ് ഇന്ത്യയാണ്.
ദാറ്റ് ഈസ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സിസ്റ്റം. ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയും അതിന് ചുറ്റുമുള്ള 500 കിലോമീറ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാറ്റലൈറ്റ് സിസ്റ്റമാണ്. ക്ലിയർ അല്ലേ? സോ ഫസ്റ്റ് വി ഹാവ് ടു നോ ദ ടേം GNSS. എന്നാൽ മാത്രമേ നമുക്ക് GPS പറഞ്ഞിട്ട് കാര്യമുള്ളൂ. GNSS ഇസ് ദ ഗ്ലോബൽ നാവിഗേഷണൽ സാറ്റലൈറ്റ് സിസ്റ്റമാണ്. ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്നു ഇൻ ടേംസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്. GNSS ഓഫ് US-നെയാണ് നമ്മൾ എന്ത് പറയുന്നത് GPS എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? GPS ആണ്. ഓക്കെ, നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത് ഏതാണ്? GPS ആണ്. ഓക്കെ, ഈസ് ദാറ്റ് ഓക്കെ? യെസ്, നൗ ലെറ്റ്സ് ലേൺ അബൌട്ട് GPS. ഓക്കെ, ഒരുപാട് തിയറി പോയിന്റുകൾ നമുക്ക് പറയാനുണ്ട് GPS-നെ കുറിച്ച്. ദീസ് ആർ ദ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ദീസ് ആർ ദ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ദാറ്റ് ഈസ് റിക്വയർഡ് ഇൻ ദ ഡിസ്കഷൻ ഓഫ് GPS. എന്താണ് GPS-ന്റെ ഫുൾ ഫോം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. എന്താണ്? GPS is a global navigational satellite system, is a GNSS, and it is the commonly used എന്താണ് acronym of Navstar GPS. Navstar GPS, where Navstar എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കിയേ, നാവിഗേഷൻ ആഡഡ്. എന്താണ് നവ്സ്റ്റാറിൻ്റെ എക്സ്പാൻഷൻ ചോദിച്ചിട്ടുണ്ട്. നവ്സ്റ്റാർ എന്താണ്? നാവിഗേഷൻ ബൈ സാറ്റലൈറ്റ്, ടൈമിംഗ് ആൻഡ് റേഞ്ചിങ് ആണ്. ഓക്കെ, നാവിഗേഷൻ ബൈ എന്താണ്? സാറ്റലൈറ്റ്, ടൈമിംഗ് ആൻഡ് റേഞ്ചിങ്. റേഞ്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണോ? റേഞ്ചിങ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ്. അതായത് ഒരു സാറ്റലൈറ്റിൽ നിന്നും, ഓക്കെ, ലെറ്റ്സ് സേ എനിക്ക് ഈ ഫോൺ വെച്ച് എൻ്റെ പൊസിഷനാണ് അറിയണമെങ്കിൽ, സോ ദ ഡിസ്റ്റൻസ് ഫ്രം മീ ടു ദ സാറ്റലൈറ്റ്, ദ ഡിസ്റ്റൻസ് ഫ്രം ദ റിസീവർ, എൻ്റെ ഫോൺ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ GPS ലൊക്കേഷൻ അറിയാം. സോ എൻ്റെ ഫോൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് GPS റിസീവറിൽ നിന്നും സാറ്റലൈറ്റ് വരെയുള്ള ആ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, റേഞ്ച് മീൻസ് നത്തിങ് ബട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സാറ്റലൈറ്റ് ആൻഡ് ദ റിസീവർ ആണ്. ക്ലിയർ? സോ എന്താണ് നവ്സ്റ്റാർ GPS-ന്റെ എന്താണ് ചുരുക്കിയുള്ള പേരാണ് GPS എന്ന് പറയുന്നത്. എന്താണ് തരുന്നത്? ഇറ്റ് ഗിവ്സ് എ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം വെയർ ഓൺ എർത്ത് ആം ഐ. ഓപ്ഷനാണ്. ഓക്കെ, ആ സാധനം ഓപ്ഷനാണ്. ഞാൻ എവിടെയാണ്? സോ വേർ ഓൺ എർത്ത് ആം ഐ എന്ന് പറയുന്ന ക്വസ്റ്റ്യന് അല്ലെങ്കിൽ പ്രോബ്ലത്തിന് സൊല്യൂഷൻ തരുന്നതാണ് ഇത് GPS എന്ന് പറയുന്നത്. ആൻഡ് ബേസിക്കലി അലൗസ് ടു റെക്കോർഡ് ദ ലൊക്കേഷൻ ഓൺ എർത്ത്, ദസ് ടു നാവിഗേറ്റ് ടു ആൻഡ് ഫ്രോ ഫ്രം ദീസ് പോയിന്റ്സ്. ക്ലിയർ? യെസ്. സോ നവ്സ്റ്റാറിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞു. ആരാണോ ഡെവലപ്പ് ചെയ്തത്? US Department of Defense developed Navstar or GPS. Started in the February 1978 ഓർക്കുക. 1978 ഓർക്കുക. Initially developed as a military navigation system to assist US military, later extended to civilian uses ആണ്. അല്ലെ, എല്ലാ അഡ്വാൻസ് ടെക്നോളജിയും ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ റിസർച്ച് ചെയ്യപ്പെടുന്നത് എവിടെയാണ്? ഡിഫൻസിലാണ്. അത് അവർ ഔട്ട്ഡേറ്റഡ് ആകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? സിവിലിയൻസിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും. ദെൻ നോക്കിയ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. Yes, GPS have 24 satellites orbiting on the earth. Yes, it is a one-way communication system ആണ്. ക്ലിയർ അല്ലേ? ഇതെല്ലാം ഈ പോയിന്റുകളൊക്കെ ചോദ്യമാണ്. യെസ്, നോക്കിയ കുറച്ച് വർഷങ്ങൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാണ് അബൌട്ട് ദ GPS. ഹിസ്റ്ററി ഓഫ് GPS ഡെവലപ്ഡ് ബൈ ദ US Defense Department in 1969. ഡിഫൻസ് നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നായിരുന്നു അറിയപ്പെട്ടത്. DNSS ആണ്. ദെൻ ഇൻ 1973 അതിനെ കുറച്ചുകൂടി പബ്ലിക് ആക്കി തുടങ്ങുമ്പോൾ നവ്സ്റ്റാർ എന്ന് പറഞ്ഞു. ആൻഡ് 1978 ഫസ്റ്റ് 4 സാറ്റലൈറ്റ്സ് വർ ലോഞ്ച്ഡ് ആണ്. ക്ലിയർ ആണോ? യെസ്, ഇറ്റ് വാസ് ഫസ്റ്റ് ടേംഡ് ആസ് ഡിഫൻസ് നാവിഗേഷൻ സിസ്റ്റം. ഇപ്പം GPS-ൽ എത്ര നമ്പർ ഓഫ് സാറ്റലൈറ്റ് എന്ന് ചോദിച്ചാൽ എത്രയാണ് പറയേണ്ടത്? 24 ആണ്. ഓക്കെ, 24 ആണ് ചോദ്യമാണത്. ഇനി നോക്കിയാൽ വാട്ട് ഈസ് GPS എന്ന് പറയുന്നതിൻ്റെ ചെറിയൊരു നമുക്കറിയാം. നോക്കിയാൽ എർത്തിന് ചുറ്റും എന്താണ്? നമ്മൾ ഫുൾ കവറേജ് കൊണ്ട് സാറ്റലൈറ്റ്സ് ആണ്. നോക്കിയാൽ ഇറ്റ് ഈസ് ഗ്ലോബൽ പൊസിഷനിങ് സാറ്റലൈറ്റ് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് 24 നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ് ഓർബിറ്റിംഗ് ട്വൈസ് എ ഡേ. അതായത് ഒരു എർത്തിൻ്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ 2 തവണ എന്ത് ചെയ്യും? സാറ്റലൈറ്റ്സ് എന്ത് ചെയ്യും? പാസ് ചെയ്ത് പോകും. അതായത് ഫുൾ എർത്തിനെ കവർ ചെയ്യാൻ എടുക്കുന്ന സമയത്തിനാണ് 12 hours ആണ്. ഫുൾ എർത്തിനെ ഒരു സാറ്റലൈറ്റ് കവർ ചെയ്യാൻ എടുക്കുന്ന സമയം 12 hours ആണ്. അതായത് ഒരു ദിവസം 2 തവണ എന്ത് ചെയ്യും? അത് എർത്തിനെ റൊട്ടേറ്റ് ചെയ്യും. ക്ലിയർ? ട്വൈസ് എ ഡേ. ആൻഡ് ആക്യുറേറ്റ് പൊസിഷനിങ് ഓൺ ദ എർത്ത് ആണ്. അതൊക്കെ ചോദ്യമാണ്. ഓക്കെ, ദെൻ പ്രൊവൈഡ്സ് എന്താണ്? ഉദ്ദേശം എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ആക്യുറേറ്റ് നാവിഗേഷൻ, വേൾഡ് വൈഡ് കവറേജ്, 24-hour ആക്സസ്, common coordinate system, designed to replace existing navigation system, accessible by military and civilian users. Clear? Yes. Now, components of GPS ആണ്. സ്ഥിരം ചോദ്യമാണ്. What are the components of GPS എന്നുള്ളത് അവർ ചോദിച്ച് മടുത്ത ചോദ്യങ്ങളാണ്. ക്ലിയർ ആണോ? യെസ്. ഓക്കെ, സോ ഏതൊക്കെയാണ് കമ്പോണൻസ് എന്ന് പറയുന്നതിന് മുമ്പ് നോക്കിയാൽ നമ്മൾ പറഞ്ഞു വാട്ട് ആർ ദ നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ്? 24 നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ് ആണ് യൂഷ്വലി ഉള്ളത്. അത് 21 എപ്പോഴും എന്താണ്? ആക്റ്റീവ് ആണ്. +3 ബാക്കപ്പ് ആണ്. ഓക്കെ അല്ലേ? +3 എന്താണ്? ബാക്കപ്പ് ആണ്. ആൻഡ് ദേ ആർ ഓർബിറ്റിംഗ് അറ്റ് എ ഹൈറ്റ് ഓഫ് 20,200 കിലോമീറ്റർ എബവ് ദ എർത്ത് സർഫസ് ആണ്. ഓക്കെ, ആൻഡ് ഈ ഒരു ഓർബിറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈ ഓർബിറ്റ് എന്ന് പറയപ്പെടുക. ദിസ് ഓർബിറ്റ് ഈസ് ടേംഡ് ആസ് high orbit, that is
it is orbiting at a height of 20,200 kilometer above earth surface. ആ particular orbit നെ പറയുന്ന പേരാണ് high orbit എന്ന് പറയുന്നത്. Clear? Yes. Now read the remaining point. ഇത് സ്ഥിരം ചോദ്യമാണ്. ഏതൊക്കെയാണ് components of satellite? Sorry, components of GPS എന്ന് പറയുന്നത്. Okay. Components of GPS ൽ ആദ്യം നമുക്ക് ഈ ഫിഗർ നോക്കാം. ഇതാണ് സംഭവം. Yes, let's look at this figure. Yes, നോക്കിയേ ഇതാണ് ബേസിക് ഫിഗർ ആണിത്. ബേസിക് ഫിഗർ ആണ് നമുക്ക്. നോക്കിയേ ഇവിടെ ഒരു സാറ്റലൈറ്റ് ഉണ്ട്. അതായത് യെസ് വി ആർ ഹാവിങ് സം സാറ്റലൈറ്റ് ഇൻ ദ സ്പേസ് ആൻഡ് ആ സാറ്റലൈറ്റിൽ നിന്നുള്ള സിഗ്നൽസ് റിസീവ് ചെയ്യുന്നതാണ് റിസീവർ, അതായത് നിങ്ങൾ ഫോണാണ്. ആൻഡ് ഇഫ് ദർ ഇസ് എ കൺട്രോൾ സ്റ്റേഷൻ ഓൾസോ. നോക്കിയാൽ നമ്മുടെ സാറ്റലൈറ്റ് ഒരു പെർട്ടിക്കുലർ ഓർബിറ്റിലായിരിക്കണം റൊട്ടേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അഥവാ ആ ഓർബിറ്റിൽ നിന്നൊക്കെ അവരുടെ പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആ സാറ്റലൈറ്റിനെ അതിൻ്റെ തിരിച്ച് പഴയ അതിൻ്റെ ഓർബിറ്റിലേക്ക് കൊണ്ടുവരാം. അതെങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? ബിക്കോസ് ഓഫ് ദീസ് പെർട്ടിക്കുലർ കൺട്രോൾ സ്റ്റേഷൻസ് ആണ്. സോ കൺട്രോൾ സ്റ്റേഷൻസിൽ നമുക്ക് പല അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് വിച്ച് വിൽ ബി ഓർ വിച്ച് ഈസ് മേക്കിംഗ് അസ് പോസിബിൾ ദാറ്റ് സാറ്റലൈറ്റ് കം ബാക്ക് ടു ദെയർ ഒറിജിനൽ ഓർബിറ്റ് ഇഫ് ദർ ഈസ് എനി ഇഷ്യൂ. ഓക്കെ, സോ സാറ്റലൈറ്റിലെ പൊസിഷനൊക്കെ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രോൾ സ്റ്റേഷൻ ഉണ്ട്. Then there is a receiver station, അതാണ് നമ്മൾ. ഓക്കെ, നമ്മുടെ ഫോൺ. Then there is a satellite. So there is actually three components of GPS. There is a space segment, there is an user segment, and there is a control segment. ഏതൊക്കെയാണ്? സ്പേസ് സെഗ്മെന്റ്, കൺട്രോൾ സെഗ്മെന്റ് ആൻഡ് യൂസർ സെഗ്മെന്റ്. ഓക്കെ, അതാണ് ഓർഡർ അതിൻ്റെ. ഓക്കെ, സോ ലെറ്റ് ലുക്ക് അറ്റ് ദിസ്. എന്തൊക്കെയാണ് പറഞ്ഞത്? GPS configuration comprises of 3 segments ആണ് ചോദ്യമാണ്. ഓക്കെ, പേര് ചോദിക്കാറുണ്ട്. സ്പേസ് സെഗ്മെന്റ്, that is satellite orbiting on the space surrounding the earth. Then there is a control segment, these ground control stations at various location. എന്തിനു വേണ്ടിയാണ്? to controlling the movement and position of the satellites ആണ്. Okay, then there is a user segment. Okay, that is anyone who is using the GPS ആണ്. Clearly? So these are the three important yes, 3 important segments of yes, ഏതാണ്? GPS ആണ്. ഓക്കെ, അതിന് മുമ്പ് ഒരു 2-3 പേരുകൾ പറയാണ്. GPS ഇൻവെന്റ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേരുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എഴുതുന്നത്. ഇറ്റ് ഈസ് റോജർ എൽ എർബൺ ആണ്. ഓക്കെ, റോജർ എൽ എർബൺ. ഓക്കെ, യെസ്, സോ നോട്ട് എർബൺ ഈസ്റ്റൺ, ഇറ്റ് ഈസ് ഈസ്റ്റൺ. റോജർ എൽ ഈസ്റ്റൺ. Then Ivan A. Bruford. Then there is a Parkinson. Clear? So these are the 3 names you have to remember. GPS is invented by US military ആണ്. Yes, along with this scientist ആണ്. Clear അല്ലേ? ഈ പേരുകൾ ഓർത്തിരിക്കുക. So 3 components ആണുള്ളത് GPS-ന്. ഓക്കെ, ഏതൊക്കെയാണ്? സ്പേസ് സെഗ്മെന്റ്, കൺട്രോൾ സെഗ്മെന്റ് ആൻഡ് there is a yes user segment. Clear or no? Yes. Now if you look at some other point, that is it is nothing but the principle of satellite. Sorry, principle of yes, principle like കിടക്കുന്നതിന് മുമ്പ് നമുക്ക് നോക്കിയേ, ഇതാണ് നമ്മുടെ ഫിഗർ വരുന്നത്. ഓക്കെ, you can see here സ്പേസ് സെഗ്മെന്റിൽ എന്തൊക്കെ ഉണ്ട്? വി ആർ ഹാവിംഗ് സ്പേസ് സെഗ്മെന്റിൽ അല്ലെ 24+ സാറ്റലൈറ്റ്സ് ആണ്. യൂഷ്വലി നിങ്ങൾ 24 എന്ന് ആൻസർ ചെയ്താൽ മതി അല്ലേ. സോ 24 സാറ്റലൈറ്റ്സ് ആണ്, അതായത് 21+3. ക്ലിയർ അല്ലേ? സോ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ് ഓൺ ദ സ്പേസ് ആണ്. ഓക്കെ, ദെൻ മോണിറ്ററിംഗ് സ്റ്റേഷൻ ഓർ അല്ലെങ്കിൽ എന്ത് പറയും? കൺട്രോൾ സ്റ്റേഷൻ ആണ്. ഓക്കെ, യെസ്, ദീസ് ആർ ദ മെയിൻ. എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 5 കൺട്രോൾ സ്റ്റേഷൻ ആണല്ലോ. നോക്കിയേ, GPS എന്ന് പറഞ്ഞാൽ US ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഏതാണ്? യെസ്, GNSS-നെയാണ് നമ്മൾ GPS എന്ന് പറയുന്നത്. ആൻഡ് GPS ഹാവിങ് 5 എന്താണ്? കൺട്രോൾ സ്റ്റേഷൻസ് ആണ്. യു ക്യാൻ റീഡ് എന്താണ്? ഡിയാഗോ ഗ്രസിയ, യെസ്, and there is Ascension Island, then there is a Kojalin, then Hawaii and Colorado Springs. ഇവിടെയൊക്കെ എന്തുണ്ട്? 5 കൺട്രോൾ സ്റ്റേഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് കമ്പോണൻറ്റ്. ദാറ്റ് ഈസ് കൊളറാഡോ സ്പ്രിംഗ് ആണ് ഇത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കൺട്രോൾ സ്റ്റേഷൻ എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ദർ ആർ 5 പ്ലേസസ് അറ്റ് വിച്ച് വി ആർ ഹാവിംഗ് കൺട്രോൾ സ്റ്റേഷൻ. ആൻഡ് ഫൈനലി ദ എൻഡ് യൂസർ, അതാണ് അവിടുത്തെ നമ്മുടെ മൂന്നാമത്തെ കമ്പോണൻറ്റ്. ക്ലിയർ അല്ലേ? ആൻഡ് ഓരോ കമ്പോണൻസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോക്കിയേ, സ്പേസ് സെഗ്മെന്റിൽ 24 നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ് വിത്ത് 21 ആക്റ്റീവ് ആൻഡ് 3 സ്പേസ് ആണ് അല്ലെങ്കിൽ ബാക്കപ്പ് ആണ്. ആൻഡ് ദേ ആർ ഓർബിറ്റിംഗ് അറ്റ് എ ഓർബിറ്റ് ഓഫ് എത്രയാണ്? 20,200 കിലോമീറ്റർ, വിച്ച് ഇസ് ടേംഡ് ആസ് ഹൈ ഓർബിറ്റ് അബവ് ദ എർത്ത് സർഫസ്. ദേ ആർ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 7,000 മൈൽസ് പെർ അവർ ആണ്. 7,000 മൈൽസ് പെർ അവർ എത്രയാണ്? 1 മൈൽ ഈസ് ഈക്വൽ ടു 1.6 കിലോമീറ്റർ ആണ്. ക്ലിയർ അല്ലേ? എത്രയാണ്? 1 നോട്ടിക്കൽ മൈൽ ഈസ് ഈക്വൽ ടു 1.8 കിലോമീറ്റർ ആണ്. ക്ലിയർ അല്ലേ?
യെസ്. ഇനി നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈച്ച് സാറ്റലൈറ്റ് സർക്കിൾസ് എർത്ത് എവറി 12 hours. It is powered by solar energy. It is having a life about one single satellite is having a life about 10 years ആണ്. ഓക്കെ, ഇപ്പം അതിൻ്റെ അഡ്വാൻസ്മെൻറ്റ് വന്നിട്ടുണ്ട്, പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. And you can see here this is the second one, that is a control segment. You can see here control segment ഒന്ന് വായിച്ചേ, എന്താണ്? Controls the GPS satellites by tracking them and then providing them with the corrected orbital or clock information times. അല്ലെ, അതിൻ്റെ ഓർബിറ്റൽ പൊസിഷനിൽ എന്തെങ്കിലും മാറ്റം വരുന്നു, അതിൻ്റെ റൊട്ടേഷൻ ടൈമിൽ എന്തെങ്കിലും മാറ്റം വരുന്നു. There are total 5 control stations at all around the world for GPS, 4 unmanned monitoring station and 1 master control station. അതായത് ബാക്കിയുള്ള കൺട്രോൾ സ്റ്റേഷൻസിലൊന്നും ആളുകളില്ല, 1 മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷനേ ഉള്ളൂ. അതാണ് നമ്മൾ നേരത്തെ കാണിച്ചത്. എവിടെയാണ്? കൊളറാഡോ. ഓക്കെ, യെസ്, വി ക്യാൻ സി കൊളറാഡോ സ്പ്രിങ്സിലാണ് വി ആർ ഹാവിംഗ് 1 മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻ ഉള്ളത്. ഓക്കെ, ആ കൊളറാഡോ സ്പ്രിങ്സ് എന്ന് പറയേണ്ട ആവശ്യമില്ല, ഏതായിരിക്കാം. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് യൂസർ സെഗ്മെന്റ് ആണ്. യൂസർ സെഗ്മെന്റ് മീൻസ് whoever using the GPS, anyone who wants to know where they are, where they have been, where they are going, mainly used by boaters, pilots, military, scientific community, etc. Clear? So ഇതാണ് നമ്മുടെ GPS-ന്റെ മൊത്തത്തിലുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ GPS is nothing but the GNSS of ഏതാണ്? US ആണ്. ഈ സാർ ഓക്കെ. Now let's move to the next question. വരുന്ന ഏരിയ പ്രിൻസിപ്പിൾ ഓഫ് GPS ആണ്. It is nothing but പ്രിൻസിപ്പിൾ ഓഫ് GPS. പ്രിൻസിപ്പിൾ ഓഫ് GPS എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് എന്താണ്? ട്രൈലാറ്ററേഷൻ ആണ്. ട്രൈലാറ്ററേഷൻ ഓർ ട്രയാങ്കുലേഷൻ എന്ന് പറയണം. ഓക്കെ, ട്രൈലാറ്ററേഷൻ ഓർ ട്രയാങ്കുലേഷൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ ആൻസർ സെയിം ആണ്. ഓക്കെ, എന്താണ് ട്രയാങ്കുലേഷൻ ഓർ ട്രൈലാറ്ററേഷൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ നോക്കിയേ, ലെറ്റ്സ് സേ ഇതൊരു സാറ്റലൈറ്റ് ആണ്. ഓക്കെ, നമ്മൾ സാറ്റലൈറ്റ് വരയ്ക്കുക ഏകദേശം ഇങ്ങനെയാണ് വരയ്ക്കുക, അല്ലെ? സാറ്റലൈറ്റ് വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കണം. ഇതൊരു സാറ്റലൈറ്റ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് സാറ്റലൈറ്റ്. ലെറ്റ്സ് സേ S1 എന്ന് പറയാം. ഇതൊരു സാറ്റലൈറ്റ് ആണ്. ആൻഡ് ഈ സാറ്റലൈറ്റ് കവർ ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസ്, ലെറ്റ്സ് സേ ഈ ഒരു ഡയമീറ്ററിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? യെസ്. ആൻഡ് ലെറ്റ്സ് സേ ഈ സാറ്റലൈറ്റിൻ്റെ ഇവിടെ ആയിട്ടാണ് നമ്മളിപ്പോൾ ലൊക്കേറ്റ് ചെയ്യപ്പെടേണ്ട ഒബ്ജക്റ്റ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എത്രയാണ്? D1 ആണ്. ഓക്കെ, ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് D1 ആണ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ സാറ്റലൈറ്റ്. ബട്ട് നിങ്ങൾ നോക്കിയേ, നമുക്കിതിനെ കൺഫേം ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെയാണ് എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. വാട്ട് വി നീഡ് ഈസ് വി നീഡ് വൺ മോർ സാറ്റലൈറ്റ്. ഓക്കെ, സോ ഇപ്പോൾ തന്നിട്ടുണ്ട് മറ്റൊരു സാറ്റലൈറ്റ് S2 ഉണ്ടെന്ന് വെച്ചോ. ഈ S2 എന്ന് പറയുന്ന സാറ്റലൈറ്റിൻ്റെ എന്തായിരിക്കും? യെസ്, ഇൻ്റർസെക്ഷൻ പോയിന്റിലായിരിക്കും. ഓക്കെ, സോ ഇഫ് യു ലുക്ക് അറ്റ് ദിസ്, ഇഫ് യു ലുക്ക് അറ്റ് ഹിയർ, ലെറ്റ് മീ ഡ്രോ ഇറ്റ്. ഓക്കെ, യെസ്, ഇതായിരിക്കും S2 എന്ന് പറയുന്ന സാറ്റലൈറ്റ്. ഓക്കെ, യെസ്, നമുക്ക് ആദ്യം സർക്കിൾ വരയ്ക്കാം, എന്നിട്ട് S2 കാണിക്കാം. ഓക്കെ, സോ ഇതാണ് എന്ത്? S2 എന്ന് പറയുന്ന മറ്റൊരു സാറ്റലൈറ്റ്. അതിൻ്റെ കവറേജ് ഏരിയയാണ് കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് എന്ത് മനസ്സിലാവും? ഈ പറഞ്ഞ 2 സാറ്റലൈറ്റിൻ്റെയും ആ റേഞ്ച് ഇൻ്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റിലോ അല്ല ഏതെങ്കിലും ഈ 2 പോയിന്റിലായിരിക്കും നമ്മുടെ ഒബ്ജക്റ്റ് ഉണ്ടാവുക. ലെറ്റ്സ് സേ നമ്മുടെ S2 എന്ന് പറയുന്ന സാറ്റലൈറ്റിൽ D2 എന്ന് പറയുന്ന റേഞ്ചിലാണ് അല്ലെങ്കിൽ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ ഒബ്ജക്റ്റ് ഉള്ളത്. ഇപ്പോൾ എന്താണ്? ദർ ഈസ് എ അൺസർട്ടനിറ്റി ഈസ് ദർ, ഇസ്ന്റ് ഇറ്റ്? ഇപ്പോൾ 2 പോയിന്റിലാവാം, ഏത് പോയിന്റിലാവും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ ഉറപ്പിച്ച് പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വി ക്യാൻ യൂസ് വൺ മോർ സാറ്റലൈറ്റ്, വിച്ച് വിൽ ഹാവ് ദ ഇന്റർസെക്ഷൻ പോയിന്റ് ലൈക്ക് ദിസ്, അല്ലേ? വി ക്യാൻ യൂസ് വൺ മോർ സാറ്റലൈറ്റ്. സോ അതുകൊണ്ട് എന്താണ് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റും ഈ ഒരു ഒബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യെങ്കിൽ നിങ്ങൾക്ക് എത്ര സാറ്റലൈറ്റ് വേണം? യു നീഡ് 3 സാറ്റലൈറ്റ്സ്. ക്ലിയർ ആണോ? യു നീഡ് 3 സാറ്റലൈറ്റ്സ് ടു ലൊക്കേറ്റ് ദാറ്റ് സിംഗിൾ പോയിന്റ്. ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ എത്ര സാറ്റലൈറ്റ് വേണം? 3 സാറ്റലൈറ്റ് വേണം. ഈ ഒരു പ്രിൻസിപ്പിളിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രയാങ്കുലേഷൻ ഓർ ട്രൈലാറ്ററേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ മിനിമം നമ്പർ ഓഫ് സാറ്റലൈറ്റ് റിക്വയർഡ് ഫോർ ലൊക്കേറ്റിംഗ് എ പോയിന്റ് എത്രയാണ്? ലൊക്കേറ്റിംഗ് എൻ ഒബ്ജക്റ്റ് എത്രയാണ്? 3 ആണ്. ഓക്കെ, മിനിമം നമ്പർ എത്രയാണ് പറയണോ? ആൻസർ ആണ്, ചോദ്യമാണിത്. 3 ആണ്. ക്ലിയർ അല്ലേ? നോക്കിയേ, ആൻഡ് ഇഫ് യു വാണ്ട് ടു ഡു എ മോർ ആക്യുറസി, നിങ്ങൾക്ക് ഇതിനെ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ യു ക്യാൻ യൂസ് വൺ മോർ സാറ്റലൈറ്റ്. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് 4ാമത്തെ സാറ്റലൈറ്റും കൂടി നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾ ചെയ്ത വർക്ക് ശരിയാണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് 100% ഷുവർ ആകാൻ പറ്റും. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം. നോക്കിയാൽ മിനിമം നമ്പർ ഓഫ് ആസ് പെർ ദ ട്രൈലാറ്ററേഷൻ പ്രിൻസിപ്പിൾ എന്താണ്? മിനിമം നമ്പർ ഓഫ് സാറ്റലൈറ്റ് റിക്വയർഡ് ഈസ് 3 ആണ്. ഇതാണ് 1ാമത്തെ പോയിന്റ്. 2ാമത്തെ പോയിന്റിലേക്ക് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം: ഇഫ് യു വാണ്ട് ടു ലൊക്കേറ്റ് എ പോയിന്റ് accurately or precisely or uniquely or accurately, precisely or uniquely. നോക്കി, ഇതൊക്കെ ക്വസ്റ്റ്യനിൽ വരുന്ന ടേമാണ്. ഇതെല്ലാം ക്വസ്റ്റ്യനിൽ വരുന്ന ടേമാണ്. ദെൻ നിങ്ങൾ എത്ര ആൻസർ ചെയ്യണം? 3 അല്ല, എത്രയാണ്? 4 ആണ്. ഓക്കെ, 4 ആണ്. ക്ലിയർ ആണോ?
if this is how they are asking the question, what is the minimum number of satellite required, what is the minimum number of satellite required for accurately, precisely or uniquely locating an object എന്ന് ചോദിച്ചാൽ എത്ര പറയേണ്ട ആൻസർ 4 എന്നാണ്. ഇനി അതല്ല വാട്ട് ഈസ് എ മിനിമം നമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ആണ് പറയേണ്ടത്. ക്ലിയർ ആണോ? യെസ്. ട്രയലാറ്ററേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ? വി നീഡ് മിനിമം നമ്പർ ഓഫ് 3 satellites for locating a object. Is that okay? പറയൂ. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. There are 3 types of signals. അതായത് നെക്സ്റ്റ് പോയിന്റ് ഓഫ് ഡിസ്കഷൻ ഈസ് സിഗ്നൽ സ്ട്രക്ചേഴ്സ് ആണ്. The signal structure from a satellite. നമ്മൾ പറഞ്ഞു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഫ്രം എ സാറ്റലൈറ്റ് ആണ്. ക്ലിയർ അല്ലേ? യെസ്. യൂസേഴ്സിന് ഒന്നും അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല. ഓൺലി കൺട്രോൾ സ്റ്റേഷൻസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിന് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. നോക്കിയേ, നമ്മളൊരു സാറ്റലൈറ്റ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ബേസിക്കലി ഈ സാറ്റലൈറ്റിൽ നിന്ന് 3 types of signals ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത്. There are 3 types of signals in the binary format. 3 types of signals ആണ്. 3 types of signals are available in the binary format. Clear ആണ്? ബൈനറി ഫോർമാറ്റിൽ നമുക്ക് 3 സിഗ്നൽ ഫോർമാറ്റ് അവൈലബിൾ ആണ്. നോക്കിയേ, ഓരോന്നിൻ്റെയും പേര് നമുക്ക് പറയാം. ഒരു GPS സാറ്റലൈറ്റിൽ നിന്ന് നമുക്ക് വരുന്നത് ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് ടേംഡ് ആസ്, യെസ്, എന്താ പറഞ്ഞത്? 3 types of signals in the binary formats are available from a single satellite. Okay, binary format means 0101 ഫോമിലാണ്. നോക്കിയേ, ഫസ്റ്റ് സിഗ്നലിൻ്റെ പേര് ഇറ്റ് ഈസ് ടേംഡ് ആസ് P കോഡ് ഓർ പ്രിസിഷൻ കോഡാണ്. P കോഡ് ഓർ ഇറ്റ് ഈസ് ടേംഡ് ആസ് പ്രിസിഷൻ കോഡ്. ഓക്കെ, P കോഡ് ഓർ എന്താണ്? പ്രിസിഷൻ കോഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, എന്താ ഇതിൻ്റെ പ്രത്യേകത? ഇറ്റ് ഗീവ്സ് ഹൈലി പ്രിസൈസ് ലൊക്കേഷൻ ഓഫ് എ പോയിന്റ്. ഇറ്റ് ഗീവ്സ് highly precise or high accurate precise location of the point, location of an object, and highly precise തരണമെങ്കിൽ ഇതിന് എന്ത് ചെയ്യണം പറ്റണം? കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റണം. അതായത് എനർജി എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ഫ്രീക്വൻസി ഓഫ് ദിസ് വേവ് ഈസ് പർട്ടിക്കുലർ സിഗ്നൽ അല്ലെങ്കിൽ പ്രിസിഷൻ കോഡ് ഈസ് അറൌണ്ട് 10.23 മെഗാഹെർട്സ് ആണ്. 10.23 മെഗാഹെർട്സ് ആണ്. അതായത് എനർജി കൂടുതലാണ് അല്ലേ? ഫ്രീക്വൻസി കൂടുതൽ എന്ന് പറഞ്ഞാൽ എനർജി കൂടുതലാണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ഏബിൾ ടു ഗിവ് മോർ ആക്യുറേറ്റ് റിസൾട്ട്. രണ്ടാമത്തത് C/A കോഡാണ്. C/A കോഡ് എന്നാണ് പറയപ്പെടുന്നത്. ദിസ് ഈസ് കോസ് അക്വിസ്റ്റേഷൻ കോഡ് എന്നാണ് പറയുക. ഓക്കെ, ഇറ്റ് ഈസ് ടേംഡ് ആസ് കോസ് അക്വിസ്റ്റേഷൻ കോഡ് എന്നാണ് അതിൻ്റെ എക്സ്പാൻഷൻ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? യെസ്, ഇറ്റ് ഈസ് എ ലെസ് പ്രിസൈസ് മെത്തേഡ് ഓഫ് ലൊക്കേറ്റിംഗ് എൻ ഒബ്ജക്റ്റ് ആണ്. ലെസ് പ്രിസൈസ് in locating a point or locating an object. Clear? Less precise in locating an object ആണ്. Clear? And frequency എന്താണ്? അത് തന്നെ കുറവായിരിക്കും. And it is having a lesser frequency, and frequency is around എത്രയാണ്? ഫ്രീക്വൻസി ഇതിൻ്റെ 10 times കുറവാണ്. 1.023 മെഗാഹെർട്സ് ആണ്. ഓക്കെ, നോക്കിയത് ചോദ്യമാണ്. എന്താണ് ചോദ്യം? നോക്കിയേ, നമ്മുടെ C/A കോഡിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 1.023 മെഗാഹെർട്സ് ആണ്. നമ്മുടെ P കോഡിൻ്റെ എത്രയാണ്? 10.23 ആണ്. സോ ഒബ്വിയസ്ലി P കോഡ് ഈസ് 10 times more accurate, 10 times more efficient than C/A കോഡാണ്. ഓക്കെ അല്ലേ? സോ അവിടെ നമ്മൾ പോയിന്റ് ആക്കി എഴുതുകയാണ്. ആ ചോദ്യം വന്നു, അതുകൊണ്ട് അത് പോയിന്റ് ആക്കി എഴുതുകയാണ്. സോ വി ആർ റൈറ്റിംഗ് ദാറ്റ് ആസ് എ നോട്ട്, ഓർ നിങ്ങൾക്ക് എഴുതാം എന്താണ്? P/A ഈസ് എത്ര ടൈംസ് ആണ്? 10 times more efficient. 10 times more efficient than C/A അല്ലേ? More efficient than C/A because they are having higher frequency. Is that okay? Clear? Point clear അല്ലേ? ഇനി ശരിക്കും പ്രിസിഷൻ കോഡ് ഈസ് യൂസ്ഡ് ബൈ മിലിറ്റൻസ് ആണ്, അല്ലെങ്കിൽ ഡിഫൻസ് പീപ്പിൾ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഡിഫൻസ് ഓൺലി, ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ ഏതാണ്? മിലിറ്റൻസ് അല്ലെ, മിലിറ്ററി പീപ്പിൾ ഓൺലി. ദെൻ C/A കോഡ് ഈസ് യൂസ്ഡ് ബൈ ഏതാണ്? സിവിലിയൻസ് ആണ്. ഓക്കെ, സാധാരണ ജനങ്ങൾ യൂസ് ചെയ്യുന്ന GPS ലൊക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് C/A കോഡാണ്. ദെൻ ഫൈനലി വി ആർ ഹാവിങ് ദ തേർഡ് ടൈപ്പ് ഓഫ് കോഡ്. ഓക്കെ, വൺ മോർ പോയിന്റ് കൂടി എഴുതാം. ഒരു പോയിന്റ് എന്താണ്? P/A കോഡ് എന്താണ്? 10 times more effective എന്ന് പറഞ്ഞു. അതേപോലെ P/A and P/A അല്ലല്ലോ, P കോഡ്, P കോഡാണോ അല്ലേ? P/A കോഡല്ല, C/A കോഡാണ്. ഓക്കെ, ഒരു പോയിന്റ് എഴുതാം. P കോഡ് and C/A കോഡ് are
മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ഓർ എന്താണ് പറയുക അതിന് ദേ ആർ ഓർത്തോഗണൽ ടു ഈച്ച് അതർ. ക്ലിയർ അല്ലേ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടി കണ്ടിട്ടുണ്ട്. സോ അതും കൂടി എടുത്തിരിക്കുക. ഓക്കെ, ദേ ആർ ഓർത്തോഗണൽ ടു ഈച്ച് അതർ. ക്ലിയർ? ആൻഡ് ദ ലാസ്റ്റ് വേവ് ഈസ് അല്ലേ നമ്മൾ പറഞ്ഞ എന്താണ് 3 സിഗ്നൽ സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് പി കോഡ്, ദെൻ ദർ ഇസ് എ C/A കോഡ്, ദെൻ ദർ ഇസ് എ നാവിഗേഷണൽ കോഡ്. ദർ ഇസ് എ നാവിഗേഷണൽ സിഗ്നൽ എന്നാണ് പറയുക, കോഡ് എന്നല്ല. ദർ ഇസ് എ നാവിഗേഷണൽ സിഗ്നൽ ആണ്. നോക്കി എന്താണ് നാവിഗേഷണൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൺട്രോൾ സ്റ്റേഷൻസ് ആർ യൂസ്ഡ്. എന്തിനാണ് കൺട്രോൾ സ്റ്റേഷൻ്റെ ഉദ്ദേശം? അഥവാ നിങ്ങളെ സാറ്റലൈറ്റ് ഓർബിറ്റിൽ നിന്ന് അങ്ങ് മാറിപ്പോയാൽ, അതിൻ്റെ ടൈമിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, അതിൻ്റെ പൊസിഷനിങ് അല്ലെങ്കിൽ ഓർബിറ്റൽ പാത്തിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ തിരിച്ച് അതിൻ്റെ പാത്തിലേക്ക് കൊണ്ടുവരാം. അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? കൺട്രോൾ സ്റ്റേഷൻസിൻ്റെ കൺട്രോൾ കാരണമാണ്. ഓക്കെ, ദാറ്റ് ഈസ് ബൈ സെൻഡിങ് സം സിഗ്നൽസ് ഓർ ദ സിഗ്നൽസ്. നാവിഗേഷണൽ സിഗ്നൽസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ദീസ് ആർ യൂസ് ടു കറക്റ്റ് ദ ഓർബിറ്റൽ പൊസിഷൻ ഓഫ് ദ സാറ്റലൈറ്റ് ആണ്. ക്ലിയർ? ദീസ് ആർ ദ സിഗ്നൽസ് specify the location of the satellite. നിങ്ങൾ എഴുതുക, these are the signals which specify the location of the satellite. These are the signals which specify the location of the satellites, and these are used for correcting the orbital position of the satellite. These are used for correcting the orbital position of the satellite. Clear? Is that okay? Yes. So ഇതാണ് ഏത് നമ്മുടെ three types of signals structure which is getting from a satellite ആണ്. ക്ലിയർ അല്ലേ? ഏതൊക്കെയാണ്? പി കോഡ്, C/A കോഡ് ആൻഡ് നാവിഗേഷൻ സിസ്റ്റം. നോക്കിയേ, ഈ പറയുന്ന സിഗ്നൽസ് ഇതെല്ലാം എന്താണ്? ഇൻഫോർമേഷൻ സിഗ്നൽസ് ആണ് അല്ലേ? ഈ 3 ഏതാണ്? പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് കൊണ്ടുതരുന്ന സിഗ്നൽസ് ആണ്. ബട്ട് ഇവരുടെ ഫ്രീക്വൻസി വളരെ കുറവായിരിക്കും. സോ ഇവരെ നമുക്ക് എന്ത് ചെയ്യണം? മോഡുലേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? സോ ഏതാണ് മോഡുലേറ്റിംഗ് വേവ്സ്? ഏതൊക്കെയാണ് മോഡുലേറ്റിംഗ് വേവ്സ് ഇൻ GPS എന്ന് ചോദിച്ചാൽ ഏതാ പറയുന്നത്? there are 2 types of modulating waves. First one, there is a L1 wave. There is an L1 wave, and second one, there is an L2 wave. There is an L2 wave. Okay, പേര് ഇങ്ങനെയാണ്. കാരിയർ വേവ്സ് ഇൻ GPS എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? നിങ്ങൾ L1 and L2 വേവ്സ് ആണ്. എന്താണ് L1 വേവ്സ്? L1 wave is having higher accuracy because it is having a frequency of 1575 megahertz ആണ്. While the frequency of L2 wave is 1227 മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? മെഗാഹേർട്സ് ആണ് ഫ്രീക്വൻസി ഒക്കെ അറിയണേ. സോ യു ക്യാൻ ഒബ്വിയസ്ലി സേ L1 ഈസ് മോർ ആക്യുറേറ്റ് ആയിരിക്കും. ഓക്കെ, കാരിയർ വേവിൽ അല്ലെങ്കിൽ മോഡുലേഷൻ കൂടുതലും ചെയ്യാൻ പറ്റുന്ന ഇതായിരിക്കും L1 വേവിലായിരിക്കും. ഓക്കെ, യെസ്. എന്താണ് L1ൻ്റെ പ്രത്യേകത? ഇറ്റ് ക്യാരീസ് ഓൾ ദ 3 വേവ്സ്. all the 3 signals. ഏതൊക്കെ? all the 3 signals like P signal അല്ലേ? P കോഡ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ P കോഡിനെ നമുക്ക് മോഡുലേറ്റ് ചെയ്യാം. C/A കോഡ് നമുക്ക് ഇതിൽ മോഡുലേറ്റ് ചെയ്യാം. ആൻഡ് സിമിലർലി നമുക്ക് നാവിഗേഷൻ സിഗ്നൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് മോഡുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ L2 ഓൺലി ക്യാരി 2 വേവ്സ് ആണ്. ഇറ്റ് ഓൺലി carries or 2 waves അല്ലെങ്കിൽ 2 signals ആണ്. ഏതൊക്കെയാണ്? P code and navigation system only. P and navigation signals only. Okay, P and navigation signal only എടുക്കാൻ പറ്റുന്ന മറ്റൊരു കാരിയർ വേവ് ആണ് L2 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഓൺലി മിലിറ്റൻസിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ ഒരു L2 കാരിയർ വേവ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. C/A കോഡ് നമുക്ക് L1ൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് മോഡുലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ക്ലിയർ ആണോ പോയിന്റ്? ഈസ് ആർ ഓക്കെ? യെസ്. സോ ഇതൊക്കെയാണ് നമുക്ക് GPS സർവേയിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. ക്ലിയർ ആണോ? സോ ദാറ്റ് ഈസ് എൻഡ് ഓഫ് GPS. എന്താണ് GPS എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ GNSS ഓഫ് ഏതാണ്? US ആണ്. ഗ്ലോബൽ നാവിഗേഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം ഓഫ് US-നെയാണ് നമ്മൾ GPS എന്ന് പറയുന്നത്, ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം. ഓക്കെ, അതിന് മെയിൻലി 3 കമ്പോണൻസ് ആണുള്ളത്. ദർ ഇസ് എ സ്പേസ് കമ്പോണൻറ്റ്, ഓർ ദർ ഇസ് എ സ്പേസ് സെഗ്മെൻറ്റ്, ദർ ഇസ് എ കൺട്രോൾ സെഗ്മെൻറ്റ്, ആൻഡ് ദർ ഇസ് എ യൂസർ സെഗ്മെൻ്റ് ആണ്. ഓക്കെ, എല്ലാ സെഗ്മെൻറ്റിൻ്റെയും പോയിന്റുകൾ ഓർത്തിരിക്കുക. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്, അതെല്ലാം ചോദിക്കാറുണ്ട്. ഈവൻ ദ സ്പീഡ് അറ്റ് വിച്ച് എ സാറ്റലൈറ്റ് ഈസ് റൊട്ടേറ്റിംഗ് എത്രയാണ്? 7000 miles per hour ആണ്. ക്ലിയർ? യെസ്. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പോയിന്റ് ഡിസ്കഷൻ. ഡിസ്കഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നോക്കിയേ, ഒന്ന് രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, GPS-ലെ 1-2 ക്വസ്റ്റ്യൻസ് ആണ്. യു ക്യാൻ സീ ഹിയർ. ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് എന്നാണ് ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം.
ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയ ക്വസ്റ്റ്യൻ. GPS സ്ഥിരം വരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആയിരിക്കില്ല, ബട്ട് ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് നമ്മൾ അതിനെ തിയറി ആക്കി എങ്ങനെയാണ് പറയുന്നത് പറയാൻ പോകണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 95 ആണ്. ഓക്കെ, യെസ്, നോക്കിയേ. The coordinate system used in GPS navigations are DMS, DDM and UTM എന്നാണ്. DMS, DDM and UTM എന്നാണ്. അപ്പോൾ ആദ്യം അതെന്താ പറയണം അല്ലേ? സോ നോക്കിയേ, ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സാധാരണ ഓക്കെ, ഇതിനിങ്ങനെ പേരുണ്ട് എന്ന് നമുക്കറിയില്ല, ആ പ്രശ്നമേ ഉള്ളൂ. ഡി എന്ന് പറഞ്ഞാൽ എന്താണോ? ഇറ്റ് ഈസ് എ ഡെസിമൽ ഡിഗ്രി സിസ്റ്റം ആണ്. ഡെസിമൽ ഡിഗ്രി സിസ്റ്റം. എടാ നമ്മൾ എങ്ങനെയാണോ ഒരു പൊസിഷൻ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക? നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു 20 ഡിഗ്രി നോർത്ത്, 35 ഡിഗ്രി വെസ്റ്റ് എന്നല്ലേ നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്തത്. സോ ഡിഗ്രി മാത്രമല്ലുള്ളൂ, പക്ഷേ ഇവിടെ എന്തുണ്ടാവും? ഡെസിമൽ ഡിഗ്രിയിൽ നിങ്ങൾ അത് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് 20.34 ഡിഗ്രി നോർത്ത്, 35 ഡിഗ്രി 84 ഡിഗ്രി വെസ്റ്റ് ആണ്. ക്ലിയർ അല്ലേ? സോ ഇപ്പോൾ എന്തായി? ഡിഗ്രി ഇൻ ഡെസിമൽസ് ആണ്. സോ ഡെസിമൽ ഡിഗ്രി സിസ്റ്റത്തിനാണ് നമ്മൾ DD സിസ്റ്റം എന്ന് പറയുക. ക്ലിയർ ആണോ? ഒന്നുമില്ല, റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണെങ്കിൽ അതിനെ ഇങ്ങനെ പറയാറുണ്ട്. DMS എന്ന് പറഞ്ഞാൽ എന്താണോ? DMS മീൻ ഡിഗ്രീസ് വിത്ത് മിനിറ്റ്സ് ആൻഡ് ഡെസിമൽ സെക്കൻഡ്സ് ആണ്. സോ അതിൽ ഡിഗ്രി ഉണ്ട്, മിനിറ്റ്സും ഉണ്ട്, പക്ഷേ സെക്കൻഡ്സ് എങ്ങനെയാണ്? ഡെസിമൽ പറയും. സെക്കൻഡ്സ് എങ്ങനെ പറയും? ഡെസിമൽസ് ആണ്. DDM എന്ന് പറഞ്ഞാൽ എന്താണോ? ഡിഗ്രി വിത്ത് ഡെസിമൽ മിനിറ്റ്സ് ആണ്. ഡിഗ്രി ഉണ്ട്, അത് ഹോൾ നമ്പർ ആയിരിക്കും, ബട്ട് മിനിറ്റ് എന്തായിരിക്കും? ഡെസിമൽ ആയിരിക്കും. അതായത് നോക്കിയേ, എക്സാമ്പിൾ നോക്കിയേ, ഇവിടെ നോക്കിയേ, ഫസ്റ്റ് വൺ എന്താണ് ഉള്ളത്? ഫസ്റ്റ് വൺ വായിച്ച് നോക്കിയേ, എന്താണ് കോർഡിനേറ്റ്സ്? ആദ്യം 75.1555, 39.988 ആണ്. അതായത് ഡിഗ്രീസ് ഇൻ ഡെസിമൽസ്, അതാണ് DD എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? DDM എന്ന് വെച്ചാൽ എന്താണോ? ഡിഗ്രി വിത്ത് ഡെസിമൽ മിനിറ്റ്സ് ആണ്. അതായത് മിനിറ്റ്സ് എന്താണ്? ഡെസിമൽ ആണ്. സോ ഇതെന്താണ്? 75 ഡിഗ്രി 9.3000 മിനിറ്റ്സ് ആണ്. ഓക്കെ, പിന്നെ എന്താ ഉള്ളത്? യെസ്, ദിസ് ഈസ് 39 ഡിഗ്രി 59 പോയിന്റ് സംതിങ് ആണ്. ക്ലിയർ അല്ലേ? സിമിലർലി DMS എന്താണ്? ഡിഗ്രീസ് വിത്ത് മിനിറ്റ്, ബട്ട് സെക്കൻഡ്സ് എന്തിലാണ് ഉണ്ടാവുക? ഡെസിമൽ ആണ്. അതായത് 75 ഡിഗ്രി 9 മിനിറ്റ് 18.382 സെക്കൻഡ്സ് ആണ്. ഇതെന്താണ്? 39 ഡിഗ്രി 59 മിനിറ്റ്സ് 0.67 സെക്കൻഡ്സ് ആണ്. ക്ലിയർ അല്ലേ? Then there is a UTM. എന്താണ് UTM എന്ന് പറഞ്ഞാൽ? ഇനിയുണ്ട്. UTM എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ ട്രാൻസ്വേഴ്സ് മെർക്കേറ്റർ ആണ്. യൂണിവേഴ്സൽ ട്രാൻസ്വേഴ്സ് മെർക്കാറ്റർ. അതായത് മാപ്പ് പ്രൊജക്ഷൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തഡാണിത്, മെർക്കാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമ്മൾ പൊസിഷനിങ് എങ്ങനെയാണ് പറയുക നോക്കിയേ? ഒന്നും നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല. എന്താ ഇത്? 18N 486757442593 എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാവുന്നത്? ഒന്നും മനസ്സിലാവില്ല. ബട്ട് ഇറ്റ് ഈസ് എ കോർഡിനേറ്റ് സിസ്റ്റം. Another coordinate system, that is UTM ആണ്. Then there is a USNG. USNG എന്ന് പറയുന്നതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാഷണൽ ഗ്രിഡ് ആണ്. അവരുടെ സെപ്പറേറ്റ് സിസ്റ്റം ആണ്. They are having some other coordinate system. Okay, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാഷണൽ ഗ്രിഡ് ആണ്. സോ അവർക്ക് മാത്രമേ ആ ഒരു പൊസിഷൻ സിസ്റ്റം മനസ്സിലാവുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? യെസ്. സോ നോക്കിയേ, ഇതെല്ലാം എന്താണ്? GPS-ൻ്റെ ലൊക്കേഷൻ. ഒരു പോയിന്റ് നിങ്ങൾക്ക് പല രീതിയിലും പറയാം. നമ്മൾ സാധാരണക്കാർക്ക് എങ്ങനെ മനസ്സിലാവുള്ളൂ? 20 ഡിഗ്രി നോർത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും നമുക്ക്. ഓക്കെ, 30 ഡിഗ്രി വെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് എ എന്ന് പറയുന്ന പോയിന്റ് ഉള്ളത്. ഓക്കെ, അതെങ്കിലും നമുക്ക് മനസ്സിലാവും, നമുക്ക് അതേ മനസ്സിലാവുള്ളൂ. സോ എന്താണ്? DMS, DDM ആൻഡ് UTM all are the system of representation of GPS. Clear? നോക്കിയേ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. The minimum segment to the GPS system are space segment. Yes. There is a user segment. Yes. There is no orbit segment. തെറ്റാണ് ആ സ്റ്റേറ്റ്മെന്റ്. ഏതൊക്കെയാണ് സെഗ്മെന്റ്സ് ഓഫ് GPS? സ്പേസ് സെഗ്മെന്റ്, കൺട്രോൾ സെഗ്മെന്റ് ആൻഡ് there is a yes user segment. ക്ലിയർ ആണോ? യെസ്. ഇനി നോക്കിയേ, തേർഡ് സ്റ്റേറ്റ്മെന്റ് വായിച്ചേ. It is not possible to track the position of a receiver using GPS satellite. It is not possible to track the position of a receiver using GPS satellite. GPS satellite വെച്ച് നമുക്ക് റിസീവറിന്റെ പൊസിഷൻ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ട്രാക്ക് ചെയ്യാൻ പറ്റുമല്ലോ, സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ട്. റിസീവർ ആണോ? നിങ്ങളല്ലേ റിസീവറിന്റെ പൊസിഷൻ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ലേ? പറ്റും, തീർച്ചയായിട്ടും പറ്റും. സോ ഇതിൽ ഏതാണ്? യെസ്, ഏതാണ് കറക്റ്റ് വരേണ്ടത്? ദ ഓൺലി സ്റ്റേറ്റ്മെന്റ് എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഈസ് കറക്റ്റ് എന്നാണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 തെറ്റാണ്, സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 എന്താണ്? കറക്റ്റാണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ അല്ല, ഇറ്റ് ഈസ് പോസിബിൾ ടു ട്രാക്ക് ദ പൊസിഷൻ ഓഫ് എ റിസീവർ യൂസിങ്. ഓക്കെ, സോ ദർ ഈസ് നോ ഓപ്ഷൻ ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലം എന്ത് ചെയ്യാം? ഓപ്ഷൻ 1 നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഇങ്ങനെയാക്കാം. സോ ഓൺലി എ. ഓക്കെ, ഓൺലി എ ആണ്.
ഓൺലി വൺ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ, ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റാണ്. ക്ലിയർ? ഇസ് ദാറ്റ് ഓക്കെ? യെസ്. സിമിലർലി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. യെസ്, ദിസ് ഇസ് അനദർ ജനറൽ ക്വസ്റ്റ്യൻ ആണ്, ജനറൽ ആയിട്ട് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ കറക്റ്റ് അബൌട്ട് GPS ആണ്. MOBIC, MOBIC is an application of GPS for visually impaired. അല്ലെ? യെസ്, കാഴ്ചയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നാവിഗേഷന് വേണ്ടി എന്താണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആപ്പാണ് ഇത്, ആപ്ലിക്കേഷനാണ് MOBIC എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ MOBIC ഓർക്കുക. വാട്ട് ഈസ് MOBIC? MOBIC ഇനിയും റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ജനറലായിട്ട് ചോദിക്കുന്നതാണ്. വിഷ്വലി ഇംപയർഡ് ആയിട്ടുള്ള, യെസ്, കാഴ്ച ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള നാവിഗേഷനാണിത്, ആപ്ലിക്കേഷനാണ് MOBIC. യെസ്, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ദൃഷ്ടി ഈസ് എൻ ആപ്ലിക്കേഷൻ ഓഫ് GPS ഇൻ അഗ്രികൾച്ചർ. അല്ല, ദൃഷ്ടി എവിടെ തന്നെയാണ്? ദൃഷ്ടി ഈസ് ഓൾസോ ഫോർ ഏതാണ്? വിഷ്വലി ഇമ്പോർഡ് ആണ്. ഓക്കെ, സോ ദൃഷ്ടി അല്ലെ ഇന്ത്യൻ ആപ്പാണ്, ആ പേര് തന്നെ ക്ലിയർ ആണ് അല്ലെ, വിഷൻ എന്നാണ് അല്ലെ, ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഹിന്ദി ടേം ആണ്. നെക്സ്റ്റ് നോക്കിയേ, ദ പ്രിൻസിപ്പൽ ബിഹൈൻഡ് GPS ഈസ് ദ മെഷർമെന്റ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റിസീവർ ആൻഡ് ദ സാറ്റലൈറ്റ് ആണ്. അത് ശരിയാണോ? പ്രിൻസിപ്പിൾ ഓഫ് GPS എന്താണ്? ട്രൈലാറ്ററേഷൻ അല്ലെങ്കിൽ ട്രയാങ്കുലേഷൻ ആണ്. അതിൻ്റെ അർത്ഥം എന്താണോ? അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ വരച്ചില്ലേ, ഡിസ്റ്റൻസ് മെഷർ ചെയ്യണ്ടേ, റേഞ്ച് ഇല്ലാതെ നമുക്ക് കാര്യങ്ങളുണ്ടോ? വെയിറ്റ് നോക്കിയേ, നമ്മൾ ഫിഗർ വരച്ചിട്ടുണ്ടായിരുന്നു. നോക്കിയേ, വാട്ട് ഈസ് ദിസ് ഫിഗർ? നോക്കിയേ, ഈ ഫിഗറിൽ എല്ലാം കാണിക്കുന്നത് നമ്മൾ നോക്കിയേ, S1 എന്ന് പറയുന്ന സാറ്റലൈറ്റ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് D1, D2, D3. ക്ലിയർ അല്ലേ? ഈ D1, D2, D3 എന്താണ്? ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഡിസ്റ്റൻസും കൂടി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. തീർച്ചയായിട്ടും അതൊരു പ്രിൻസിപ്പളിൻ്റെ ഭാഗമാണ്. ക്ലിയർ? സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ ട്രൂ. സോ ആ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെ പറയാം? ഇഫ് യു ലുക്ക് അറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ, വെയിറ്റ്, യെസ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റൈറ്റ്. MOBIC ഈസ് ആൻ വിഷ്വലി ഇംപയർഡ് ആപ്പാണ്. ദൃഷ്ടി പക്ഷേ എന്തല്ല, കൃഷിക്കുള്ള ആപ്പല്ല, ദൃഷ്ടി ഏതിൻ്റെ ആപ്പാണ്? ദൃഷ്ടി ഈസ് ആൻ ആപ്ലിക്കേഷൻ again for visually impaired ആണ്. അതൊന്ന് നോട്ട് ചെയ്യണേ. MOBIC and ദൃഷ്ടി are for visually impaired ആണ്. ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ ഏതാ വരും? ഓൺലി 1 and 3. ഓൺലി 1 and 3. സോ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓൺലി 1 and 3, ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലിയർ? ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് GPS is that which of the following are the components of GPS receiver ആണ്. കമ്പോണൻസ് ഓഫ് GPS റിസീവർ ആണ്. നോക്കിയാൽ വളരെ ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻ ആണത്. കാരണം നമ്മളെ സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചോളം നമുക്ക് റിസീവറിൻ്റെ മെക്കാനിസംസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ബട്ട് സ്റ്റിൽ ദെയർ ആൻ ആസ്കിങ്. ഓക്കെ, സോ റഫായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതാണ് നമ്മളെ യെസ് GPS റിസീവറിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് PSC ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിയാൽ ദെർ ഈസ് എൻ ആൻറ്റിന ആൻഡ് എ പ്രീ ആംപ്ലിഫയർ. ദർ ഇസ് എ കോഡ് ട്രാക്കിംഗ് ലൂപ്പ്, അതായത് ദർ ഇസ് എ സിഗ്നൽ പ്രോസസ്സർ ആണ്, അതിൻ്റെ അകത്ത് കോഡ് ട്രാക്കിംഗ് ലൂപ്പ് ഉണ്ട്, കാരിയർ ട്രാക്കിംഗ് ലൂപ്പ് ഉണ്ട്. ദെൻ വി ആർ ഹാവിംഗ് എ പ്രിസിഷൻ ഓസിലേറ്റർ, മൈക്രോ പ്രോസസ്സർ, ദെൻ വി ആർ ഹാവിംഗ് എ മെമ്മറി. യെസ്, ഇത് എക്സ്റ്റേണൽ പവർ സപ്ലൈ, ദെൻ കമാൻഡ് യൂണിറ്റ്സ് ആൻഡ് എക്സ്റ്റേണൽ ഡാറ്റ ലോഗർ ആണ്. ക്ലിയർ അല്ലേ? സോ മെയിൻലി ഏതൊക്കെയാണ്? ആൻറ്റിന, ദർ ഇസ് സിഗ്നൽ പ്രോസസ്സർ, ദർ ഇസ് എ പ്രീ ഓസിലേറ്റർ, ദെൻ ദർ ഇസ് എ മൈക്രോ പ്രോസസ്സർ. ക്ലിയർ അല്ലേ? യെസ്, സോ നോക്കിയേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയേ. ആൻഡ് ദർ ഇസ് എ റേഡിയോ ഫ്രീക്വൻസി RF സെഷൻ വിത്ത് സിഗ്നൽ ഐഡന്റിഫിക്കേഷൻ ആൻഡ് പ്രോസസ്സിംഗ് ആണ്. സോ നോക്കിയേ, ഒന്ന് ലിസ്റ്റ് ചെയ്ത്. ആൻറ്റിന വിത്ത് പ്രീ ആംപ്ലിഫയർ, യെസ് ഇറ്റ് ഈസ് എ പാർട്ട്. Radio frequency section, RF section with the signal identification and signal processing, yes it is a part. Microprocessor for receiving control data, sampling data process, yes. User interface, command and display panel. തീർച്ചയായിട്ടും ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ യൂസർ ഇൻ്റർഫേസ് ആൾക്ക് മനസ്സിലാവണ്ടേ. നിങ്ങൾ ഫോൺ ഇത്രയും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ കാരണം എന്താണ്? ബിക്കോസ് അതിൻ്റെ ആ ഒരു ഇൻ്റർഫേസ് വളരെ സിമ്പിളാണ്. ഇറ്റ് ഈസ് യൂസർ ഇൻ്റർഫേസ് ആണ് അല്ലേ. സോ all of this above, all the above, ഓക്കെ, ഇതിങ്ങനെ തന്നെ തിയറി ആക്കി പഠിക്കുക, നോട്ടാക്കി എഴുതുക. All the below are components of a GPS receiver ആണ്. Clear? Is that okay? Yes. Now let's move to the next topic, that is remote sensing ആണ്. Okay, so that is the end of GPS. Let's move to remote sensing. എന്താണ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ? From the word it is very clear, റിമോട്ട് ആയിട്ട് നമ്മൾ സെൻസ് ചെയ്യണം. We are sensing but not in touch with object, ബട്ട് അതിൽ നിന്നും മാറിയിട്ട്. റിമോട്ട് മീൻസ് വി ആർ അറ്റ് എ ഹൈ ഡിസ്റ്റൻസ് ആണ്. നിങ്ങൾ നോക്കിയാൽ അപ്പുറത്തെ കടയിൽ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എങ്ങനെയാണ്? യു ക്യാൻ സ്മെൽ ഇറ്റ്. നിങ്ങൾ അവിടെ പോയി കണ്ടതാണോ? അല്ലെ നിങ്ങൾ അവിടെ പോയി ടേസ്റ്റ് ചെയ്താണോ? അല്ല, സ്മെല്ലാണ്. സോ സ്മെൽ ഈസ് കൈൻഡ് ഓഫ് ഏതാണ്? റിമോട്ട്ലി സെൻസിങ് ആണ് അല്ലേ. നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ ഫോണിൻ്റെ ഷേപ്പ് കാണാം, നിങ്ങൾക്ക് റൂം കാണാം നിങ്ങൾക്ക് അല്ലേ. നിങ്ങൾ ടച്ച് ചെയ്തിട്ടാണോ? യു ആർ നോട്ട് ടച്ചിങ് ദ ഒബ്ജക്ട് അല്ലേ. നിങ്ങൾ ബീം കാണാം, നിങ്ങൾക്ക് കോളം കാണാം, ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെല്ലാം ടച്ച് ചെയ്തിട്ടാണോ അറിയുന്നത്? അല്ല, നമുക്ക് കാഴ്ചയാണ്. കാഴ്ച ഈസ് എന്താണ്? വിത്തൗട്ട് ടച്ചിങ് ദ ഒബ്ജക്ട് വി ആർ ഗെറ്റിംഗ് ദ ഡാറ്റ അബൌട്ട് ദ ഒബ്ജക്ട് അല്ലേ.
ദാറ്റ് ഈസ് വിതൗട്ട് ബീയിങ് ഇൻ ഫിസിക്കൽ കോൺടാക്ട് വിത്ത് ദ ഒബ്ജക്ട് നമ്മൾ എന്താണ് ആ ഒബ്ജക്റ്റിനെ കുറിച്ച് അറിയാണ്. അതിനെയാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. സോ യു ക്യാൻ സേ വാട്ട് ഈസ് റിമോട്ട് സെൻസിങ്? എന്താണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്? റിമോട്ട് സെൻസിങ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കളക്ടിങ്, എഴുതാം നിങ്ങൾക്ക്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് എൻ ഒബ്ജക്ട്. It is a process of collecting information about an object without being in physical contact with the object. Without being in physical contact with the object ആണ്. ക്ലിയർ ആണ്? നമ്മളെ സ്മെല്ലിംഗ്, നമ്മുടെ എന്താണ് ഹിയറിംഗ്, അല്ലെ നമ്മൾ എന്തെങ്കിലും കേൾക്കുകയാണ്, അതും എന്താണ് റിമോട്ട് സെൻസിങ് ആണ്. നമ്മളെ കാഴ്ച എന്താണ് റിമോട്ട് സെൻസിങ് ആണ്. വി ആർ നോട്ട് ടച്ചിങ് എനിത്തിങ്. അല്ലാതെ തന്നെ നമുക്ക് അല്ലേ ഒരാൾ ഒരു നീല ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, പച്ച ഡ്രസ്സായിട്ട് ഇരിക്കുന്നത്, നിങ്ങൾ തൊട്ടാണോ അറിയുന്നത്? അല്ല, കണ്ടാണ് അറിയുന്നത്. യു ആർ നോട്ട് ഈവൻ ടച്ചിങ് ദാറ്റ് പേഴ്സൺ. ക്ലിയർ അല്ലേ? ഇതിനൊക്കെയാണ് നമ്മൾ എന്താ പറയുന്നത് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ എക്സാമ്പിൾസ് ആണ്. നമ്മൾ ഫോട്ടോ എടുക്കുന്നത് എന്താണ്? ഓക്കെ, യു ആർ ടേക്കിംഗ് എ ഫോട്ടോ ഇൻ ദ ഫോൺ അല്ലേ. സോ നിങ്ങൾ എന്തെടുത്തു? നിങ്ങളൊരു കാറിൻ്റെ ഫോട്ടോ എടുത്തു. നിങ്ങൾക്ക് ആ കാറിൻ്റെ സൈസും കാറിൻ്റെ ലെങ്ത്തും കാറിൻ്റെ വിഡ്ത്തും ഒക്കെ അറിയാൻ പറ്റും അല്ലേ, വിതൗട്ട് ഈവൻ ടച്ചിങ് ദ കാർ അല്ലേ, വിതൗട്ട് ഈവൻ മെഷറിങ്. അവിടെ പോയിട്ട് മെഷർ ചെയ്യാൻ അല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെക്കുറിച്ച് എല്ലാം അറിയാൻ പറ്റും. സോ ഫോട്ടോഗ്രാഫി ഈസ് ആക്ച്വലി ഏതാണ്? റിമോട്ട് സെൻസിങ് ആണ്. ക്ലിയർ അല്ലേ? ഈസ് ദാറ്റ് ഓക്കെ? സോ എന്താണ്? വി ആർ കളക്ടിങ് ദ ഡാറ്റ അബൌട്ട് ആൻ ഒബ്ജക്ട്, എനി ഒബ്ജക്ട് വിതൗട്ട് ബീയിങ് ഇൻ ഫിസിക്കൽ കോൺടാക്ട് വിത്ത് ഒബ്ജക്ട്. അതിനാണ് എന്ത് പറയുന്നത്? റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഈസ് ദാറ്റ് ഓക്കെ? യെസ്. നോക്കിയേ, based on the platform the remote sensing can next is classification of remote sensing ആണ്. first one is based on platform of remote sensing ആണ്. based on platform of remote sensing ആണ്. അതിപ്പോൾ എന്താണ് പ്ലാറ്റ്ഫോം? എന്താണ് based on the platform of remote sensing means? എടാ നിങ്ങൾ ആലോചിച്ചേ, നിങ്ങൾ ഫോട്ടോ എടുത്തു, നിങ്ങളൊരു ക്യാമറയിൽ ഫോട്ടോ എടുത്തു. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന സാധനമാണ് റിമോട്ട് സെൻസിങ്. ക്ലിയർ ആണോ? നിങ്ങളെ സെൻസർ ഏതാണ്? നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങളെ ക്യാമറയാണ് സെൻസർ എന്ന് പറയുന്നത്. ആൻഡ് ആ ക്യാമറ നിങ്ങളല്ലേ പിടിച്ചിരിക്കുന്നത്. പോട്ടെ, നിങ്ങളൊരു ക്യാമറ വെച്ച്, ഒരു DSLR ക്യാമറ വെച്ച് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നു. നിങ്ങൾ ആ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫോട്ടോ ആണ് നിങ്ങളെ റിമോട്ട് സെൻസിങ് റിസൾട്ട് എന്ന് പറയുന്നത്. നിങ്ങളുടെ ക്യാമറയാണ് അതിലെ സെൻസർ എന്ന് പറയുന്നത് അല്ലേ. ക്യാമറയാണ് ആ ഫോട്ടോ എടുക്കുന്നത്, ക്യാമറയാണ് സെൻസർ. ഓക്കെ, വിച്ച് ഇസ് എ സെൻസർ. ഓക്കെ, ഈ ടേം പറഞ്ഞിരിക്കുക. ക്യാമറയാണ് സെൻസർ. ആൻഡ് ക്യാമറ നിങ്ങൾ കയ്യിൽ പിടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ വെക്കും? നിങ്ങളൊരു ട്രൈപോഡിൻ്റെ മുകളിൽ വെക്കും അല്ലേ. സോ ഇപ്പം ക്യാമറ എവിടെയാണ് വെച്ചിരിക്കുന്നത്? ക്യാമറ ട്രൈപോഡിലാണ് വെച്ചിരിക്കുന്നത്. ആ ട്രൈപോഡിനെയാണ് നമ്മൾ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ട്രൈപോഡ് ഓർ ദ പേഴ്സൺ ഹോൾഡിംഗ് ദ ക്യാമറ. ഒന്നെങ്കിൽ നിങ്ങൾ കയ്യിൽ പിടിച്ചിട്ടുണ്ടാവും, സോ നിങ്ങളാണ് പ്ലാറ്റ്ഫോം. അല്ലെങ്കിൽ നിങ്ങൾ ട്രൈപോഡ് വെച്ചിട്ടുണ്ടാവും, ആ ട്രൈപോഡാണ് പ്ലാറ്റ്ഫോം. യു ഗോട്ട് ദ ഐഡിയ? നിങ്ങൾ ആലോചിച്ചേ, നമ്മൾ സാറ്റലൈറ്റ് വെച്ച് സെൻസ് ചെയ്യാണ്. GPS എങ്ങനെയാണ്? GPS എന്ന് പറഞ്ഞാൽ നിങ്ങളെ സാറ്റലൈറ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഒരുപാട് സെൻസേഴ്സ് ഫിറ്റഡ് ആണ് അല്ലേ. നിങ്ങളുടെ സാറ്റലൈറ്റിൽ അല്ലേ ഒരുപാട് ഹൈ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഹൈ ഡെഫിനിഷൻ ക്യാമറാസ് ആർ ദർ, ഹൈ റെസൊല്യൂഷൻ, എല്ലാ ഹീറ്റ് സെൻസേഴ്സ്, എവറിത്തിങ് ഈസ് ദർ. സോ ഒരുപാട് സെൻസേഴ്സ് ഫിറ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സാറ്റലൈറ്റ്. അതിനെ നമ്മൾ എന്ത് പറയും? യെസ്, അതിനെ നമ്മൾ സ്പേസ് റിമോട്ട് സെൻസിങ് എന്ന് പറയും. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് പ്ലാറ്റ്ഫോം. മനസ്സിലായില്ലേ? പ്ലാറ്റ്ഫോം മനസ്സിലായില്ലേ? അതാണ്, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്ലാറ്റ്ഫോം. നോക്കിയേ, ദ റിമോട്ട് സെൻസിങ് ക്യാൻ ബി ഓഫ് ഗ്രൗണ്ട് ലെവൽ റിമോട്ട് സെൻസിങ്, ഗ്രൗണ്ട് ലെവൽ റിമോട്ട് സെൻസിങ് ആവാം. യെസ്. സെക്കൻഡ് വൺ ഏതാണ്? ഏരിയൽ റിമോട്ട് സെൻസിങ് ആവാം, ഏരിയൽ റിമോട്ട് സെൻസിങ് ആവാം. ആൻഡ് ദ തേർഡ് വൺ ഈസ് സ്പേസ് റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ സ്പേസ് ബോൺ, BORNE, സ്പേസ് ബോൺ റിമോട്ട് സെൻസിങ് ആവാം. ക്ലിയർ അല്ലേ? സോ ദിസ് ഇസ് എ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പ്ലാറ്റ്ഫോം. അതായത് ഗ്രൗണ്ട് ലെവൽ റിമോട്ട് സെൻസിങ് എന്തായിരിക്കും? അപ്പോൾ എക്സാമ്പിൾ എന്താണ് ഗ്രൗണ്ട് ലെവൽ റിമോട്ട് സെൻസിൻ്റെ? യെസ്, ഫോട്ടോഗ്രാഫി എന്താണ്? അതായത് നിങ്ങളെ പ്ലാറ്റ്ഫോം എവിടെയാണ്? ഒന്നെങ്കിൽ ക്യാമറ നിങ്ങളുടെ കയ്യിലാണ്, അപ്പോൾ നിങ്ങളാണ് പ്ലാറ്റ്ഫോം, നിങ്ങൾ ഗ്രൗണ്ട് ലെവലല്ലേ. അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറ എവിടെയാണ്? ട്രൈപോഡിലാണ്. ഓൾ ദ പ്ലാറ്റ്ഫോംസ് ആർ പ്രസൻറ്റ് അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ, അല്ലെങ്കിൽ വെരി ക്ലോസ് ടു ദ ഗ്രൗണ്ട് ആണ്. അതായത് വെൻ ദ പ്ലാറ്റ്ഫോം ഈസ് വെരി ക്ലോസ് ടു ദ ഗ്രൗണ്ട്, വെൻ ദ പ്ലാറ്റ്ഫോം ഈസ് വെരി ക്ലോസ് ടു ദ ഗ്രൗണ്ട് ആണെങ്കിൽ അതിനെന്ത് പറയും? ഗ്രൗണ്ട് ലെവൽ റിമോട്ട് സെൻസിങ് എന്ന് പറയും. ക്ലിയർ ആണോ? എക്സാമ്പിൾ എന്താണ്? ക്യാമറ ഓൺ എ ട്രൈപോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൈപോഡാണ് അവിടുത്തെ പ്ലാറ്റ്ഫോം. ക്ലിയർ ആണോ? ദെൻ ദർ ഈസ് എ ഏരിയൽ റിമോട്ട് സെൻസിങ്. ഏരിയൽ റിമോട്ട് സെൻസിങ്. അതായത് ഇപ്പം സെൻസർ എവിടെയുള്ളത്? സെൻസർ എവിടെയോ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ്. നമ്മുടെ ഫോട്ടോഗ്രാമെട്രി എന്തായിരുന്നു? ഇറ്റ് ഈസ് എ സർവേ വേർ വി ആർ ടേക്കിംഗ് ഫോട്ടോസ് ഓഫ് ദ ടോപ്പോഗ്രാഫി ആൻഡ് വി ആർ ക്രിയേറ്റിംഗ് എ മാപ്പാണ്. സോ നിങ്ങളെ ക്യാമറ എവിടെയായിരുന്നു? നിങ്ങൾ ഏതെങ്കിലും എയർക്രാഫ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യാണ് അല്ലെ? ഇപ്പോൾ എന്താണ് ഡ്രോണൊക്കെ യൂസ് ചെയ്യുക. ഡ്രോൺ എന്താണ് ആക്ച്വലി? ഡ്രോൺ എന്താണ് അല്ലെ? ഡ്രോൺ വെച്ച് നിങ്ങൾ സർവേ നടത്തില്ലേ? അതെന്താണ്? യെസ്, അതൊരു ഏരിയൽ റിമോട്ട് സെൻസിങ് ആണ് അല്ലേ. ദാറ്റ് ഈസ് വി ആർ ഹാവിങ് സെൻസേഴ്സ് അറ്റ് എ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആണ്. ദാറ്റ് ഈസ് വിത്തിൻ ദ അറ്റ്മോസ്ഫിയർ ആണ്. ഓക്കെ, അതിനാണ് നമ്മൾ ഏരിയൽ റിമോട്ട് സെൻസിങ് അല്ലേ. നിങ്ങൾ ഡ്രോൺ സർവേ എന്ന് പറയാം.
എക്സാമ്പിൾ എന്ത് പറയാം? ഫോട്ടോഗ്രാമട്രി എന്ന് പറയാം. ഓക്കെ, സോ ഏരിയൽ റിമോട്ട് സെൻസിങ്ങിൻ്റെ എക്സാമ്പിൾ എന്താണോ? ഫോട്ടോഗ്രാമട്രി. ക്ലിയർ? ദാറ്റ് ഈസ് എന്ത് പറയാം? The platform is held at a very high altitude, or the sensor is present at a high altitude. The platform or the sensor is present at a high altitude. ഫോട്ടോഗ്രാമട്രിയിൽ പ്ലാറ്റ്ഫോം എന്താണോ? ഫോട്ടോഗ്രാമട്രിയിലെ സെൻസർ എന്താണ്? ക്യാമറയാണ്. ആ ക്യാമറ എവിടെയുള്ളത്? യെസ്, ഇൻ സം എയർക്രാഫ്റ്റ്. സോ എയർക്രാഫ്റ്റ് ആണ് എന്ത്? നമ്മുടെ പ്ലാറ്റ്ഫോം. ക്ലിയർ അല്ലേ? ദെൻ ഫൈനലി ഏതാണ്? ദർ ഈസ് എ സ്പേസ് ബോൺ റിമോട്ട് സെൻസിങ്. അതായത് GPS എന്താണ്? എക്സാമ്പിൾ എന്താണ്? GPS. സ്പേസിൽ എന്താണ്? GPS. അതായത് സാറ്റലൈറ്റ് ആണ് പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോം ഏതാണ്? സാറ്റലൈറ്റ് ആണ് അല്ലേ? പ്ലാറ്റ്ഫോം ഏതാണ്? സാറ്റലൈറ്റ് ആണ്. ആൻഡ് സാറ്റലൈറ്റിലെ സെൻസേഴ്സ് ആണ് നമ്മുടെ ഡാറ്റാസ് ഫുൾ കളക്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ ബേസ്ഡ് ഓൺ ദ പ്ലാറ്റ്ഫോം ദീസ് ആർ ദ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുക. ദെൻ ബേസ്ഡ് ഓൺ ദ സോഴ്സ് ഓഫ് എനർജി അല്ലെങ്കിൽ ലൈറ്റ് സോഴ്സ്, സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ വരാൻ പോകുന്നത് ബേസ്ഡ് ഓൺ ദ ലൈറ്റ് സോഴ്സ് യൂസ്ഡ് ആണ്. ലൈറ്റ് സോഴ്സ് യൂസ്ഡ് ആണ്. ദർ ക്യാൻ ബി ഫസ്റ്റ് വൺ ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. ആക്റ്റീവ് റിമോട്ട് സെൻസിങ് ആവാം, ഓർ ഇറ്റ് ക്യാൻ ബി എ പാസീവ് റിമോട്ട് സെൻസിങ്. ഓക്കെ, തീർച്ചയായിട്ടും എന്തായിരിക്കും? ദെൻ ദർ ഇസ് എ പാസീവ് റിമോട്ട് സെൻസിങ്. ദർ ഇസ് എൻ ആക്റ്റീവ് റിമോട്ട് സെൻസിങ്, ദർ ഇസ് എ പാസീവ് റിമോട്ട് സെൻസിങ്. നോക്കിയേ, നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ലൈറ്റ് ഉള്ളതുകൊണ്ടാണ്. ലൈറ്റ് ഇല്ലെങ്കിൽ എന്തെങ്കിലും കാണുമോ? ഇരുട്ടായിരിക്കില്ലേ? സോ ലൈറ്റ് ഉണ്ടാവണം എന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ പകൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? സൂര്യപ്രകാശം പല ഒബ്ജക്റ്റുകളിൽ തട്ടിയിട്ട് അവിടുന്ന് തട്ടുന്ന ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് വരുന്നതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങളെ കണ്ണെന്തെങ്കിലും ലൈറ്റ് പുറത്തിടിക്കുന്നതാണോ? വി കനോട്ട് എമിറ്റ് ഓർ വി ഡോണ്ട് ഹാവ് എനി സോഴ്സ് ഓഫ് ലൈറ്റ്. വി ആർ നോട്ട് ഫോമിങ് എനി ലൈറ്റ് സോഴ്സ്. എങ്ങനെയാണ് ലൈറ്റ് സോഴ്സ് വരുന്നത്? സൺ എന്ന് പറയുന്ന ലൈറ്റ്, സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് എൻ എക്സ്റ്റേണൽ സോഴ്സ്. സൺ ഒരു എക്സ്റ്റേണൽ സോഴ്സ് അല്ലേ? നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഞാൻ എങ്ങനെയാണ് കാണുന്നത്? ബിക്കോസ് സണ്ണിൽ നിന്നുള്ള ലൈറ്റ് ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് എൻ്റെ കണ്ണിലേക്ക് വരുന്നു. സോ ഐ ആം യൂസിങ് ആൻ എക്സ്റ്റേണൽ സോഴ്സ് ടു ഒബ്സർവ്, ഇസ്ന്റ് ഇറ്റ്? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ആൻ എക്സ്റ്റേണൽ സോഴ്സ് ഇസ് റിക്വയർഡ്. ആൻ എക്സ്റ്റേണൽ സോഴ്സ്, ഇൻബിൽഡ് സോഴ്സ് അല്ല, ഈസ് റിക്വയർഡ്. ഈസ് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ പാസീവ് റിമോട്ട് സെൻസിങ് ആണ്. ആൻഡ് എക്സ്റ്റേണൽ സോഴ്സിൻ്റെ എക്സാമ്പിൾ എന്താണ്? തീർച്ചയായിട്ടും ദ വെരി ഇമ്പോർട്ടൻറ്റ് സൺ ആണ് അല്ലേ? സൺ ഈസ് ദ എക്സ്റ്റേണൽ സോഴ്സ് റിക്വയർഡ്. നോക്കിയേ എന്താണ് സംഭവം? ഇഫ് യു ഡ്രോ ദ ഫിഗർ, നോക്കിയേ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആൻഡ് നിങ്ങളത് കാണാൻ പോകുന്നത് എങ്ങനെയാണ്? ബിക്കോസ് ദർ ഇസ് എ സൺ, ആൻഡ് ഈ സൺ എന്നുള്ള ലൈറ്റ് ഇവിടെ വരുന്നു, ഇവിടെ ഹിറ്റ് ആവുന്നു. ദെൻ യു ആർ ഏബിൾ ടു സീ ദിസ്. ക്ലിയർ? സോ ഈ വരച്ചിരിക്കുന്നത് കണ്ണാണ്. ദാറ്റ്സ് വൈ യു ആർ ഏബിൾ ടു സീ ദിസ്. സോ സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് ഇവിടെ തട്ടിയിട്ട് അത് നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ കാണുന്നത്. ക്ലിയർ അല്ലേ? അല്ലാതെ നമ്മൾ എന്തെങ്കിലും ലൈറ്റ് പുറപ്പെടുവിക്കുന്നുണ്ടോ? യെസ്, വി കൻ നോട്ട് ഡു ദാറ്റ്. ക്ലിയർ അല്ലേ? ഇതിനെയാണ് നമ്മൾ സോഴ്സ് എന്ന് പറയാം. യെസ്, ദിസ് ഇസ് ടേംഡ് ആസ് ടാർഗറ്റ് ആൻഡ് ദിസ് ഇസ് ടേംഡ് ആസ് സെൻസർ. ദിസ് ഇസ് ടേംഡ് ആസ് എ സെൻസർ. ക്ലിയർ? സോ ദീസ് ആർ ദ ത്രീ ടേംസ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ടെക്നിക്കലി 3 ടേംസ് നമ്മൾ യൂസ്. സെൻസർ, ദർ ഇസ് എ സോഴ്സ് വിച്ച് ഇസ് എ സൺ, ആൻഡ് ദർ ഇസ് എ ടാർഗറ്റ്. അല്ല, എക്സ്റ്റേണൽ സോഴ്സിലോ? അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കേസിൽ എന്താവാം? നിങ്ങളുടെ സെൻസർ തന്നെയാണ്. ഓക്കെ, ലെറ്റ്സ് സേ ദിസ് ഇസ് എ സെൻസർ. നിങ്ങളുടെ സെൻസർ തന്നെ എന്താകുവാണ്? ഒരു ലൈറ്റ് എമിറ്റ് ചെയ്യാണ്. ലെറ്റ്സ് സേ ദിസ് ഇസ് ദ ഒബ്ജക്ട് ഓൺ ദ ഗ്രൗണ്ട് സർഫസ്. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, നമ്മുടെ സെൻസറിൽ നിന്ന് തന്നെ ഒരു ലൈറ്റ് എന്ത് ചെയ്യാണ്? ഫോം ചെയ്യപ്പെടുകയാണ്. ആ ലൈറ്റ് ഇവിടെ വന്ന് എന്താണ്? ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഈസ് റിഫ്ലക്റ്റിംഗ് ബാക്ക്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മളിപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ്? റഡാർ അല്ലേ? റഡാർ എന്താണോ? ഈവൻ അറ്റ് ദ നൈറ്റ് ടൈം. ഓക്കെ അല്ലേ? റഡാർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല കാര്യങ്ങളും അറിയാൻ പറ്റും. ഓക്കെ അല്ലേ? സോ എക്സാമ്പിൾ എന്താണ്? റഡാർ ആണ്. സോ ഇറ്റ് ഈസ് യൂസിങ് ഇറ്റ്സ് ഓൺ ലൈറ്റ് സോഴ്സ്. ഓക്കെ അല്ലേ? അതാണ് ഇറ്റ്സ് ഓൺ ലൈറ്റ് സോഴ്സ്. സോ ആക്റ്റീവിൽ നിങ്ങൾ എഴുതുക. ആക്റ്റീവിൽ നിങ്ങൾ എങ്ങനെ എഴുതുക? എന്താണ്? യെസ്, ദ സെൻസർ പ്രൊവൈഡ് its own light source for illuminating the scene ആണ്. For illuminating the scene. Okay, the sensor provide its own light source for illuminating the scene. ക്ലിയർ? അതിനെയാണ് നമ്മൾ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന. എക്സാമ്പിൾ എന്താണ്? റഡാർ ആണ് അല്ലേ? റഡാർ. ആൻഡ് റഡാർ യൂസ് ചെയ്യുന്ന ലൈറ്റ് വേവ് ഏതാണ്? മൈക്രോവേവ് ആണ്. ഓക്കെ, the light used by the source of energy used by the radar is microwave. എന്ത് ചെയ്യും? അത് എമിറ്റ് ചെയ്യും.
ആ ഇൻസ്ട്രുമെൻറ്റ് എമിറ്റ് ചെയ്യും, എന്നിട്ട് അത് എന്ത് ചെയ്യും, റിസീവ് ചെയ്യും. നമ്മളെങ്ങനെയാണ്, നമുക്ക് സ്വന്തമായിട്ട് ഒരു ലൈറ്റ് എമിറ്റ് ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ദ എക്സ്റ്റേണൽ സോഴ്സ്. ലൈക്ക് നമ്മുടെ വീട്ടിൽ ലൈറ്റ് കത്തിക്കുന്നു, എക്സ്റ്റേണൽ സോഴ്സ് അല്ലേ. പകലാണെങ്കിൽ സൺ ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സ് അല്ലേ. നമ്മുടെ അടുത്ത് ടോർച്ച് ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സ് അല്ലേ. ക്ലിയർ? സോ ദാറ്റ് ഈസ് പാസീവ് ആൻഡ് സ്ഥിരം ചോദിക്കുന്ന പോയിന്റ് ആണ്. ഓക്കെ, സോ റിമെമ്പർ ദാറ്റ് പോയിന്റ്. ഇനി ഇവിടെ പറയേണ്ട നെക്സ്റ്റ് പോയിന്റ് ആണ് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, EMS, ദ വെരി ഫേമസ് അല്ലെ, +2 നിങ്ങൾ പഠിച്ചതാണ്. ദിസ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ആണ് അല്ലേ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. നോക്കിയേ, EMS എന്നൊക്കെ ചുരുക്കി പറയാറുണ്ട്. എന്താണ് EMS എന്ന് പറഞ്ഞാൽ? യു ക്യാൻ റൈറ്റ് ഡൗൺ അല്ലേ. സണ്ണിന്ന് വരുന്ന റേഡിയേഷൻസ്, പല ടൈപ്പ് റേഡിയേഷൻസ് ഉണ്ട് സണ്ണിന്ന് വരുന്നത്. ആൻഡ് ആ റേഡിയേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ബേസ്ഡ് ഓൺ ദ വേവ് ലെങ്ത് നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്, നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ്. അതിനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ആ ഒരു സംഭവമാണ് ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ എഴുതാം. ദ റേഡിയേഷൻസ് കമ്മിങ് ഫ്രം ദ സൺ ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദെയർ വേവ് ലെങ്ത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, ദ റേഡിയേഷൻസ് കമ്മിങ് ഫ്രം ദ സൺ ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദെയർ വേവ് ലെങ്ത് ഈസ് ടേംഡ് ആസ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഇനി ഇവിടെ നിന്ന് ചോദ്യം കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് എഴുതുന്നത്. ഓക്കെ, യെസ്, ചോദ്യം വരാത്ത ഒരു പോർഷനും നമ്മൾ എഴുതിയിട്ടില്ല. ക്ലിയർ? സോ എവറി പോർഷൻ വി ആർ ഡിസ്കസിങ് ആർ ഇമ്പോർട്ടൻറ്റ്. നോക്കിയേ, ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ പരിപാടി. നോക്കിയേ, ഗാമ റേസ് ആണ് ഫസ്റ്റ് നമുക്ക് കാണപ്പെടുന്നത്. ദെൻ ബിലോ ഗാമ റേസ് വി ആർ ഹാവിങ് എക്സ് റേസ്, UV റേസ്. ഓക്കെ, ദിസ് ഈസ് എക്സ് റേസ്, UV റേസ്. പിന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന റേഞ്ച്, ദാറ്റ് ഈസ് ടേംഡ് ആസ് വിസിബിൾ ലൈറ്റ്. നോക്കിയേ, ഇത്രയൊക്കെ ലൈറ്റ് വന്നിട്ടും സണ്ണിന് ഇത്രയും ഗംഭീരമായ ലൈറ്റുകൾ വരുന്നുണ്ട്, ഇത്രയും റേഡിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ റേഡിയേഷൻസിൽ നമുക്ക് വിസിബിൾ ലൈറ്റിലേ നമുക്ക് കാഴ്ചയുള്ളൂ. ഓക്കെ, വേറെ ഒന്നും നമുക്ക് കാണാനും പറ്റില്ല, സെൻസ് ചെയ്യാനും പറ്റില്ല. അതായത് നമുക്ക് എത്രയോ ചെറിയ കാര്യങ്ങൾ മാത്രമേ അറിയാവുള്ളൂ. ബിക്കോസ് വി ആർ ഓൺലി ഇൻക്ലൂഡഡ് ഇൻ ദിസ് വിസിബിൾ ലൈറ്റ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് റേഡിയോ വേവ് ആണ്. എന്നിട്ട് നമ്മുടെ അഹങ്കാരം എന്താണല്ലേ. ഓക്കെ, ഇതിൽ നോക്കുകയാണെങ്കിൽ ഗാമ റേസ് ഈസ് ദ ലോവസ്റ്റ് വേവ് ലെങ്ത് ആണ്. എന്താണ്? ഗാമ റേസ് ആണ്. റേഡിയോ വേവ്സ് എന്താണ്? ഹയസ്റ്റ് വേവ് ലെങ്ത് ആണ്. ഓക്കെ അല്ലേ. സോ അങ്ങനെ ചോദിക്കാറുണ്ട്, ഹയസ്റ്റ് വേവ് ലെങ്ത് ഏതാണ്, ഏറ്റവും ഹയസ്റ്റ് വേവ് ലെങ്ത് ഏതാണ്? റേഡിയോ വേവ്സിനാണ്. ലോവസ്റ്റ് വേവ് ലെങ്ത് ഇതിനാണ്, ഗാമ റേസ് ആണ്. ദിസ് ഈസ് ഓർഡർ: ഗാമ, എക്സ്റേ, UV, വിസിബിൾ, ഇൻഫ്രാറെഡ്, മൈക്രോവേവ് ആൻഡ് റേഡിയോ വേവ് ആണ്. ആൻഡ് ഒരു പോയിന്റ് പറഞ്ഞിരിക്കുക, വിസിബിൾ ലൈറ്റ് ഈസ് ഹാവിങ് എ വേവ് ലെങ്ത് ഓഫ് 0.4 മൈക്രോമീറ്റർ ആണ്. വെരി ലെസ് മൈക്രോമീറ്റർ. നോക്കിയേ, വിസിബിൾ ലൈറ്റ് ഈസ് വെരി മച്ച് ലെസ്. ഇതിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എവറിത്തിങ് യു ആർ സീയിങ് ടുഡേ, ഇത്രയും കാലമായിട്ട് മനുഷ്യന്മാർ കണ്ടിരുന്ന എല്ലാം, മനുഷ്യന്മാർ കണ്ടിട്ടുള്ള എല്ലാം ഏതാണ്? ഈ വിസിബിൾ ലൈറ്റ് വെച്ചിട്ടാണ്. നമ്മൾ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത് എല്ലാം എന്താണ്? ബേസ്ഡ് ഓൺ ദിസ് വിസിബിൾ ലൈറ്റാണ്. നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി റേഞ്ച് ഏതാണ്? 20 Hz, 20,000 Hz ആണ്. സോ ആ കേൾവിയും ഈ കാഴ്ചയും വെച്ചിട്ടാണ് നമ്മൾ ഈ കാണിക്കുന്ന പ്രകാശനം മൊത്തം അല്ലേ. യെസ്, ഈവൻ ദോ ദർ ആർ അതർ തിങ്സ് ഓൾസോ. ക്ലിയർ അല്ലേ? സോ അറിഞ്ഞിരിക്കുക. ആൻഡ് വൺ മോർ തിങ് ഈസ് ദർ. ഏതാണ് പ്രൈമറി കളേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ അറിഞ്ഞിരിക്കുക. മറ്റൊരു പോയിന്റ് കൂടി അറിഞ്ഞിരിക്കുക. നമ്മൾ റിമോട്ട് സെൻസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഏതാണ്? ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് യൂസ്ഡ് ഇൻ റിമോട്ട് സെൻസിങ് ഏതാണ്? UV റേസ് ആണ്. ഓക്കെ, UV റേസ് ആർ ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്. നമുക്കറിയാം ഏറ്റവും ചെറുതാണ് ഗാമയാണ്, പിന്നെ എക്സ്റേ ആണ്. ആൻഡ് റിമോട്ട് സെൻസിൽ യൂസ് ചെയ്യുന്ന ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഇൻ റിമോട്ട് സെൻസിങ് ചോദിക്കാറുണ്ട്. ഏതാണ്? UV റേസ് ആണ്. ആൻഡ് ദ ലാർജസ്റ്റ് വേവ് ലെങ്ത് ഏതാണ്? തീർച്ചയായിട്ടും മൈക്രോവേവ് ആണ്. ഓക്കെ, മൈക്രോവേവ് ഈസ് ദ ലാർജസ്റ്റ് വേവ് ലെങ്ത് ഇൻ റിമോട്ട് സെൻസിങ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഇതൊക്കെയാണ്. ആൻഡ് വൺ മോർ തിങ് ഈസ് ദാറ്റ് വിസിബിൾ ലൈറ്റിലെ പ്രൈമറി കളേഴ്സ് ഇതൊക്കെയാണോ? ഇതൊക്കെ സ്ഥിരം ചോദ്യമാണ്. ഓക്കെ, പ്രൈമറി കളേഴ്സ് ഇൻ വിസിബിൾ ലൈറ്റ് ഏതാണ്? നമുക്കറിയാം റെഡ്, ഗ്രീൻ, ബ്ലൂ അല്ലേ. റെഡ്, ഗ്രീൻ, ബ്ലൂ ആണ്. ഇത് ചോദ്യം കണ്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം ഉള്ളത് ഏതാണ്? ബാക്കിയെല്ലാം ഉള്ളത് ഏതാണ്? സെക്കൻഡറി കളേഴ്സാണ്. ബാക്കി എല്ലാ കളേഴ്സും നമുക്ക് ഈ കളേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണോ? വിസിബിൾ ലൈറ്റ്സ് വെബ് ജിയോർ ആണ് അല്ലേ. വെബ് ജിയോർ ആണ്. ക്ലിയർ? ഈ സാർ ഓക്കെ? യെസ്, ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് എൻഡ് ഓഫ് റിമോട്ട് സെൻസിങ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ റിമോട്ട് സെൻസിങ്ങിൽ അറിഞ്ഞിരിക്കുക. ലെറ്റ്സ് മൂവ് ടു ദ ലാസ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് GIS, ജിയോഗ്രാഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം ആണ്. GIS എന്താണ്? യെസ്, ജിയോഗ്രാഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം. ഗ്ലോബൽ അല്ല, എന്താണ്? ജിയോഗ്രാഫിക്
ഇൻഫോർമേഷൻ സിസ്റ്റമാണ്. എന്താണ് ജോഗ്രാഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് അറിയണ്ടാവും അല്ലേ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവും. എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? നോക്കിയേ, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അല്ലേ, ലെറ്റ്സ് സേ എന്താണ്, നമുക്ക് 10 മണിക്ക് നമുക്കൊരു ട്രെയിൻ നമുക്ക് ക്യാച്ച് ചെയ്യാനുണ്ട്. ഓക്കെ, ആൻഡ് നമ്മൾ ആക്ച്വലി വീട്ടിൽ നിന്ന് രാവിലെ ഒരു 9 മണിക്ക് ഇറങ്ങിയാലേ നമുക്ക് 10 മണിക്ക് വീട്ടിലെത്താൻ പറ്റുള്ളൂ. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെ ബാക്കി അതിൻ്റെ എന്താണ് വേറെ ചുറ്റുപാടുള്ള സിറ്റുവേഷൻസ് എന്തൊക്കെ ആകാം? ഓക്കെ, നാളെ രാവിലെ 9 മണിക്ക് നമുക്ക് എണീച്ച് പോകണം. ഓക്കെ അല്ലേ? പക്ഷേ ഇന്ന് രാത്രി നല്ല മഴ പെയ്തുകൊണ്ട് എന്താവാം, ഒരു ബസ് ഓടുന്നില്ല ടൗണിലേക്ക് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക്. സോ ആ ഒരു അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ സ്വന്തം വണ്ടി എടുത്ത് പോകേണ്ടി വരും. ആ വണ്ടി നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങേണ്ടി വരും, ബിക്കോസ് റോഡ് മൊത്തം വെള്ളമാണ്. ഓക്കെ അല്ലേ? നാളെ രാവിലെ 9 മണിയായപ്പോൾ എന്തായി? ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചു, ഒരു വണ്ടി ഓടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ 9 മണിക്ക് എണീച്ച് പോകാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇല്ല, നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ 6 മണിക്ക് എണീച്ച് പോകേണ്ടി വരും അല്ലേ? ബാക്കിയുള്ള പോലീസുകാരും അല്ലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്. അങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ടാവാം. ഒരു സിറ്റുവേഷനിൽ തന്നെ പല പോസിബിലിറ്റീസും ഉണ്ടാവാം. ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ടാവാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താ ചെയ്യുന്നത്? ഈ പല പോസിബിലിറ്റീസിലും ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ഔട്ട്കം എടുക്കുകയാണ്, ബേസ്ഡ് ഓൺ ദ അൽഗോരിതം ഡെവലപ്ഡ് ബൈ ദ ഡാറ്റ സയൻറ്റിസ്റ്റ് അല്ലേ? എന്നിട്ട് അതിൻ്റെ ബെസ്റ്റ് ഔട്ട്കം തരികയാണ്. അതിനെന്ത് വേണം? പക്ഷേ ബെസ്റ്റ് ഔട്ട്കം തരണമെങ്കിൽ അതിന് ഒരുപാട് ഡാറ്റ വേണം അല്ലേ? എല്ലാ പോസിബിൾ ഡാറ്റാസും അതിൻ്റെ അടുത്ത് വേണം. എന്നിരുന്നാൽ മാത്രമേ അതിനെന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോപ്പറായിട്ട് ഔട്ട്പുട്ട് കറക്റ്റ് അതിന് തരാൻ പറ്റുള്ളൂ. അതിൻ്റെ ബെസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ തരാൻ പറ്റുള്ളൂ. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതേ സാധനമാണ് എന്ത്? ജോഗ്രാഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾ GPS വെച്ചിട്ട് നമ്മൾ റിമോട്ട് സെൻസിങ് വെച്ചിട്ട് ഒരുപാട് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു പ്ലേസിലെ ഈ ഒരു ഫീൽഡിലെ സോയിലിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ഈ ഒരു സോയിലിൽ നമുക്ക് ഏത് ടൈപ്പ് കൾട്ടിവേഷൻ നടത്താൻ പറ്റും, ഈ ഒരു സോയിലിലേക്ക് നമുക്ക് വാട്ടർ ഇറിഗേഷൻ എവിടെ നിന്നൊക്കെ എത്തിക്കാം, ഇത്രയും കാലം ഇവിടുത്തെ ഇറിഗേഷൻ ട്രെൻഡ് എന്തായിരുന്നു, വാട്ടർ ട്രെൻഡ് എന്തായിരുന്നു, മഴയുടെ ട്രെൻഡ് എന്തായിരുന്നു, ഏതോ ക്രോപ്സ് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, വാട്ട് കൈൻഡ് ഓഫ് വളമാണ് നമുക്ക് ഈ സോയിലിൽ നമുക്ക് പറ്റുന്നത് എന്നുള്ള കാലാകാലങ്ങളായിട്ടുള്ള ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് എവിടെ ഫിൽ ചെയ്യുന്നുണ്ട്? യെസ്, വി ഹാവ് ഫീഡഡ് ഓൾ ദീസ് ഡാറ്റ ഇൻ എ സിസ്റ്റം അല്ലേ? എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ്, ഈ ഒരു 2024 അല്ലെങ്കിൽ 2023 നമുക്ക് ഇവിടെ എന്താണ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ക്രോപ്പ് ഏതാണ്? നമ്മൾ എന്ത് ചെയ്താൽ മതി? ചോദിച്ചാൽ മതി. ദേ വിൽ ഗിവ് ദ റൈറ്റ് ആൻസർ ബേസ്ഡ് ഓൺ ദ ഓൾ പ്രീവിയസ് ഡാറ്റ. എല്ലാ ഡാറ്റാസും അവരിലുണ്ട്. അവരെന്ന് പറയുമ്പോൾ ഈ സിസ്റ്റത്തിലുണ്ട്. ഓക്കെ, കമ്പ്യൂട്ടർ സിസ്റ്റത്തിലുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജിയോഗ്രാഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം. എന്തും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, എന്തും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇഫ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ജിയോഗ്രാഫിക്, എർത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ തരുന്ന ഇൻഫോർമേഷൻ സിസ്റ്റമാണ് എന്ത്? ജിയോഗ്രാഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ദാറ്റ് ക്യാൻ ബി എനിത്തിങ്. ഓക്കെ, അതിൻ്റെ ഏറ്റവും വലിയ ഘടകം എന്താണ്? ഇറ്റ് നീഡ് ന്യൂമറസ് എമൗണ്ട് ഓഫ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ വേണം. അത് ഇത്രയും കാലമുള്ള GPS-ഉം ഇത്രയും കാലമുള്ള റിമോട്ട് സെൻസിങ്ങും ബാക്കിയുള്ള ഫീൽഡ് ഡാറ്റാസും നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് ഫീഡ് ചെയ്തിട്ടുണ്ട്. അതിനെന്ത് ചെയ്താൽ അതിനെ പ്രോപ്പർലി കോറിലേറ്റ് ചെയ്യുന്ന ഒരു അൽഗോരിതം നമ്മൾ ഡെവലപ്പ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, നിങ്ങളെ ഗൂഗിൾ മാപ്പ് എന്താണ്? നമ്മുടെ ഗൂഗിൾ മാപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗൂഗിൾ മാപ്പ് ഈസ് എ ജിയോഗ്രാഫിക് ഇൻഫോർമേഷൻ സിസ്റ്റമാണ്. എങ്ങനെയാണ് ഗൂഗിൾ മാപ്പ് ഉണ്ടാക്കുന്നത്? ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്, പെട്രോൾ പമ്പ് ഇവിടെ ഉണ്ട്, ഓക്കെ, മറ്റ് കടകൾ ഇവിടെ ഉണ്ട്, ഓക്കെ, ഇതാണ് ബെസ്റ്റ് വഴി, ആൻഡ് ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബീച്ച് കണ്ടുകൊണ്ട് പോകാം എന്നുള്ള ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് ഗൂഗിൾ മാപ്പ് നോക്കിയാൽ കാണാൻ പറ്റും അല്ലേ? എന്തും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണ്? ഒന്ന്, GPS വെച്ചിട്ടുള്ള എല്ലാ ഡാറ്റാസും കളക്റ്റഡ് ആണ്. 2, നമ്മളെപ്പോലത്തെ ആൾക്കാർ ഓക്കെ എല്ലാം ഈ ഒരു ഫോൺ വഴി നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും അല്ലേ? ഞാനിപ്പോൾ ബീച്ച് വഴിയാണ് പോയതെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് വേ എന്നെനിക്ക് GPS നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ആ സെർവറിലേക്കാണ് സേവ് ചെയ്യപ്പെടുന്നത്. സോ ഞാനൊരു ഡാറ്റ കൊടുത്തു. ഇങ്ങനെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് എന്തും കണ്ടുപിടിക്കാൻ പറ്റുന്നു. ഇനിയും ഇമ്പ്രൂവ് ചെയ്യപ്പെടും ഗൂഗിൾ മാപ്പ്, ക്ലിയർ അല്ലേ? ആസ് യു ഗിവ് മോർ ആൻഡ് മോർ ഡാറ്റ. സോ ബേസിക്കലി ഒരുപാട് ഡാറ്റാസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ബെസ്റ്റ് പോസിബിൾ ഔട്ട്കം നമുക്ക് കിട്ടും. അതിനെ കോറിലേറ്റ് ചെയ്യുന്ന ഒരു വേണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയാം. അതിനെയാണ് ജിയോഗ്രാഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം. ബട്ട് ഇറ്റ് വിൽ റിലേറ്റ് ഓൺലി വിത്ത് ദ എർത്ത് സ്പെസിഫൈഡ് ഇൻഫോർമേഷൻസ് ആണ്. ക്ലിയർ അല്ലേ? സോ എന്താണ് GIS എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ സിസ്റ്റം. നോക്കിയേ, ഈ ഡയലോഗ് വേണം. ഇറ്റ് ഈസ് എ സിസ്റ്റം of എന്തൊക്കെയാണ്? യെസ്, capturing, storing. It is system of capturing അല്ലേ? കളക്ട് ചെയ്യണം അല്ലേ? capturing means collecting, storing
processing and displaying, capturing, storing, processing and displaying the data which are spatially referenced, the data which are spatially referenced to the earth, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെരി ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ ആണ്. നോക്കിയ ചോദ്യമാണ് എന്തൊക്കെ ടേം വേണം? You have to collect the data, that is capturing. You have to store the data. You have to process that data. And you have to properly display this data. അല്ലേ? ഇതിനെയാണ് ഈ ഒരു സംഭവത്തിനാണ്, that is collecting, storing, processing and displaying of the data and which is spatially referenced എന്നുള്ള ടേം ഇല്ലെങ്കിൽ GIS നിങ്ങൾ ഡിഫൈൻ ചെയ്യാൻ നിൽക്കരുത്. സ്പേഷ്യലി റെഫറൻസ്ഡ് ടു ദ എർത്ത് ആണ്. ഫോർ എക്സാമ്പിൾ നോക്കിയേ, വാട്ട് ആർ ദ നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻസ് ഇൻ കേരള? എക്സാമ്പിൾ പറയാണ് നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻസ് ഇൻ കേരള, നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻസ്. ഓക്കെ, കോവിഡ് ഒക്കെ എല്ലാവർക്കും അറിയാം അല്ലെ? കോവിഡ് പേഷ്യൻസ് ഇൻ കേരള എന്നാണ്. നോക്കിയേ ഇതെങ്ങനെയാണ് പറയുന്നത്? നോക്കി ഈ ഒരു ഡാറ്റ നോക്കിയേ, ഇൻ കേരളയാണ്, കേരളത്തിലെ. സോ കേരള എന്ന് നിങ്ങൾ പറയുന്നില്ലേ? നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്തോ കാര്യമുണ്ടോ? നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻസ് ഇൻ കേരളത്തിലാണ് ഉദ്ദേശിക്കുന്നത്. സോ സ്പേഷ്യലി നിങ്ങൾ എന്ത് ചെയ്യണം? റെഫറൻസ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ദ എർത്ത് ആണ്. ക്ലിയർ അല്ലേ? ആൻഡ് എന്ത് ഡാറ്റയാണ് നിങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്? വി നീഡ് നമ്പർ ഓഫ് പേഷ്യൻസ് ആണ് വേണ്ടത്. വി നീഡ് നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻസ് ആണ് വേണ്ടത്. അതാണ് നമുക്ക് വേണ്ട ഡാറ്റ. എവിടെ എന്നും കൂടി പറയണം. സ്പേഷ്യലിയും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? റെഫറൻസ് ചെയ്യണം. ക്ലിയർ ആണോ? ഇൻ കേരളയാണ്. ക്ലിയർ ആണോ? അപ്പോഴേ GIS ആവുന്നുള്ളൂ. വിത്ത് എർത്തിൽ ജോഗ്രഫിക്കലി നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം? റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. ഇന്ന സ്ഥലത്തുള്ള മണ്ണ്, ഇന്ന സ്ഥലത്തുള്ള ഡാം, ഇന്ന സ്ഥലത്തുള്ള ഇറിഗേഷൻ, ഇന്ന സ്ഥലത്തുള്ള വരൾച്ച, മനസ്സിലായില്ലേ? അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. സോ സ്പേഷ്യലി റെഫറൻസ് എന്ന് പറയുന്ന ടേം ഇല്ലാതെ GISന്റെ ഡെഫിനിഷൻ ഇല്ല എന്ന് മനസ്സിലാക്കാം. നൗ ലെറ്റ്സ് മൂവ് ടു ദ ഫർദർ ടോപ്പിക്, ദാറ്റ് ഈസ് ടൈപ്സ് ഓഫ് GIS ആണ്. GIS ഡാറ്റ, ടൈപ്സ് ഓഫ് data in GIS, types of data in GIS. There is two types of data in GIS. First type is okay, there is an spatial data, there is an attribution data. Okay, first one നമുക്ക് എന്ത് പറയാം? Yes, there is an attribute data. There is an attribute. There is an attribute data, then there is a spatial data. Okay, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാവാം. സ്പേഷ്യൽ ഡാറ്റ ആൻഡ് ആട്രിബ്യൂട്ട് ഡാറ്റ. നോക്കിയേ എന്താ ഉദ്ദേശിച്ചത്? സ്പേഷ്യൽ ഡാറ്റ മീൻസ് നോക്കിയേ, ഇതേ എക്സാമ്പിൾ നോക്കിയേ, വാട്ട് ആർ ദ നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻസ് ഇൻ കേരള എന്ന് പറയുന്നതിലെ, എന്ന് പറഞ്ഞ ഡയലോഗിലെ, എന്ന് എഴുതിയ സ്റ്റേറ്റ്മെൻറ്റിലെ സ്പേഷ്യൽ ഡാറ്റ എന്താണ്? യെസ്, എവിടെയാണ് എന്ന് പറയുന്നത് അല്ലേ? ഏത് സ്ഥലമാണ്, ഏത് സ്പേസിലാണ്? കേരള എന്ന് പറയുന്നത് എന്താണ്? സ്പേഷ്യൽ ഡാറ്റയാണ് അല്ലേ? അതൊരു GIS ഡാറ്റയാണ് തന്നിരിക്കുന്നത്. GIS സാധനമാണ് തന്നിരിക്കുന്നത്. അതിൽ കേരള എന്ന് പറയുന്നത് സ്പേഷ്യൽ ഡാറ്റയാണ്. ആട്രിബ്യൂട്ട് ഡാറ്റ മീൻസ് വാട്ട് യു ആർ ആസ്കിങ് ഫോർ, വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് യു ആർ ലുക്കിംഗ് ഫോർ. ഒരു സ്ഥലത്ത് ഏത് ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യാം, ഈ ഡാമിലെ വാട്ടറിൻ്റെ ലെവൽ എങ്ങനെയായിരിക്കാം, മുല്ലപ്പെരിയാറിലെ ഡാമിലെ വാട്ടർ ലെവൽ എങ്ങനെയാകാം. സോ മുല്ലപ്പെരിയാർ ഈസ് എ സ്പേഷ്യൽ ഡാറ്റ. ഡാമിലെ വാട്ടർ ഈസ് ദ തിങ് ദാറ്റ് യു നീഡ്, ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി. ക്ലിയർ? സോ ആട്രിബ്യൂട്ട് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണോ? ആട്രിബ്യൂട്ട് ഡാറ്റ എന്ന് പറഞ്ഞാൽ yes, it describes the characteristic or property of the geographic feature. It describes the characteristics or property, characteristic or property of geographic feature, geographic feature ആണ്. അതിനാണ് ആട്രിബ്യൂട്ട് ഡാറ്റ എന്ന് പറയുന്നത്. ഡെഫിനേഷൻ ചോദ്യമാണ്. യെസ്, it characteristics or property of a geographic feature. Spatial data എന്ന് പറഞ്ഞാൽ എന്താണോ? Yes, it describes the relative location. It describes the relative location of the geographic feature. Geographic feature. Clear ആണോ? Geographic featureന്റെ ലൊക്കേഷൻ പറയുന്ന സാധനത്തിന് നമ്മൾ എന്ത് പറയും? സ്പേഷ്യൽ ഡാറ്റ എന്ന് പറയും. നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻസ് ഇൻ കേരളയാണ് സ്പേഷ്യൽ ഡാറ്റ. നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻസ് ആണ് എന്ത്? Yes, attribute data എന്ന് പറയുന്നത്. Clearly? So this is the first type of data in GIS, and second type of data you can see it is based on how the data is stored. Based on how data is stored. How data
ഈസ് സ്റ്റോർഡ്. നിങ്ങളുടെ ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടും നിങ്ങൾക്ക് GIS ഡാറ്റ രണ്ട് തരത്തിലാണ്. ഫസ്റ്റ് വൺ ഈസ് ദർ ഇസ് എ വെക്ടർ ഡാറ്റ, ദർ ഇസ് എ raster data. There is a vector data, yes, and there is a raster. There is a raster data. Clear? There is a vector data, there is a raster data. അതായത് നിങ്ങൾ ഡാറ്റാസ് നിങ്ങൾ പോയിന്റ് ആയിട്ടാണ് നിങ്ങൾ സേവ് ചെയ്യുന്നതെങ്കിൽ, okay, how you are saving the data, how you are storing the data, that is if data are stored in the point format or if എന്താണ് data stored in sequential points ആണ്. if the data are stored എഴുതുക in sequential points, അതിനെ നമ്മൾ എന്ത് പറയും? വെക്ടർ ഡാറ്റ എന്ന് പറയും. അതായത് ഫോർ എക്സാമ്പിൾ നോക്കിയേ, നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് അല്ലേ, ലെറ്റ്സ് സേ ഇതാണ് നിങ്ങളെ പിന്നെ ഡിസ്പ്ലേ എന്ന് വെച്ചോ, ഇതാണ് നിങ്ങളെ ഡാറ്റ കാണിക്കുന്ന ഡിസ്പ്ലേ എങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിൽ ആ ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പോകുന്നത് ബൈ കണക്ടിങ് എ ലോട്ട്സ് ഓഫ് നമ്പേഴ്സ് ഓഫ് ഏതാണ് പോയിന്റ്സ് ആണ്. ഒരുപാട് പോയിന്റ്സുകൾ കണക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ട്രയാങ്കിൾ ഫോം ചെയ്യപ്പെടാൻ പോകുന്നത്. യു ഗോട്ട് ദ പോയിന്റ്? ഓർ നിങ്ങളുടെ ഡാറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്നത് പോയിന്റുകളിലാണ്. ബട്ട് ഇൻ കേസ് ഓഫ് റാസ്റ്റർ, what is happening, all the data are stored, yes, or data are stored or represented, all the data are stored or represented in which format? in grid or matrix or pixel format, in matrix or pixel format. Clear ആണോ? in grid matrix or പിക്സൽ ഫോർമാറ്റിലാണ് കാണപ്പെടുക. അതായത് നിങ്ങൾ നോക്കിയേ, നിങ്ങൾ ഫോണിൽ നിങ്ങളുടെ ലാപ്പിൽ നിങ്ങളൊരു ഫോട്ടോ നിങ്ങളൊന്ന് മാക്സിമം നല്ലപോലെ സൂം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ കാണുക? ചെറിയ കളികൾ കാണുക അല്ലേ? ദാറ്റ് ഈസ് ഈച്ച് ആൻഡ് എവറി ഡാറ്റ ആ ഒരു പിക്സലാണ്, ആ ഒരു ഗ്രിഡിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? നമ്മൾ കാണുന്ന എങ്ങനെയാണ്? ഇഫ് യു സൂം ദ ഇമേജ്, എനി ഇമേജ്, നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ഇമേജ് നിങ്ങൾ മാക്സിമം സൂം ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നിങ്ങൾക്ക് ഒരുപാട് ഗ്രിഡുകൾ കാണാം. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ദാറ്റ് ഫോർമാറ്റ്. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഇഫ് നിങ്ങളൊരു ട്രയാങ്കിൾ ആണ് ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, വെറുതെ ഒരു എക്സാമ്പിൾ പറയുകയാണ്, വളരെ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണ്. എങ്ങനെയാണ് ഉണ്ടാവുക? വി വിൽ ബി ഹാവിങ് ലോട്ട്സ് ഓഫ് ഗ്രിഡ് ഇൻ അവർ ഡിസ്പ്ലേ അല്ലേ? ഒരുപാട് എന്തുണ്ടാവും? നമുക്ക് ഗ്രിഡുകൾ അവൈലബിൾ ആയിരിക്കും അല്ലേ? യെസ്, സ്മോൾ ഗ്രിഡ് ഓർ പിക്സൽ എന്നാണ്. ആ പിക്സൽ എന്ന് പറയുന്ന ടേം ഓർക്കുക, അതാണ് ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, റാസ്റ്റർ ഫോർമാറ്റ് മീൻസ് ഡാറ്റാസ് ആർ സ്റ്റോർഡ് ഇൻ പിക്സൽ ഫോർമാറ്റ്. ഓക്കെ, സോ ഇവിടെ എങ്ങനെ ട്രയാങ്കിൾ ഉണ്ടാവുക? ഈ പറയുന്ന ഓരോ പിക്സലും ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ഫോം ചെയ്യാൻ പറ്റും? യെസ്, വി വിൽ ബി ഫോമിങ് എ ട്രയാങ്കിൾ. ക്ലിയർ അല്ലേ? സോ ട്രയാങ്കിൾ ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ഈച്ച് സെല്ലാണ്. ഓക്കെ, സെൽ ഓർ ഗ്രിഡ് ഓർ എന്ത് പറയാം? പിക്സൽ എന്ന് പറയാം. പിക്സൽ എന്ന് പറയുന്ന ടേമാണ് സാധാരണ ഉണ്ടാകാറുണ്ട്. അതിനെയാണ് നമ്മൾ റാസ്റ്റർ ഡാറ്റ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? Is that okay? Now let's coming to the last point of GIS. This is very important. ഇതാണ് സ്ഥിരം ചോദ്യം. The components of GIS എന്ന് വെച്ചാൽ എന്താണോ? നോക്കിയേ, നിങ്ങൾക്ക് കുറേ ഡാറ്റ കളക്ട് ചെയ്യണം. നിങ്ങൾക്ക് ആ കളക്ട് ചെയ്ത് വെച്ചാൽ മതിയോ? എങ്ങനെയാണ് നിങ്ങൾ കളക്ട് ചെയ്യുന്നത്? നിങ്ങൾ ഫീൽഡിൽ പോയിട്ടോ നിങ്ങൾ ടെക്നോളജി ഉപയോഗിച്ചിട്ടോ കളക്ട് ചെയ്യും. ഇതിനെ നിങ്ങൾ സിസ്റ്റത്തിലേക്ക് ഇൻപുട്ട് ചെയ്യണം. ഇൻപുട്ട് ചെയ്യേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? കീബോർഡ് ഉണ്ട്, യെസ് അല്ലേ? ഇത്തരത്തിലുള്ള മൗസുകളുണ്ട്, ഇത്തരത്തിലുള്ള പെൻഡ്രൈവുകളുണ്ട്. സോ ദീസ് ഓൾ ആർ റിക്വയർഡ്. ഈ പറയുന്ന ഡാറ്റ നിങ്ങൾ സിസ്റ്റത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഡാറ്റാസിനെ നമുക്ക് കോറിലേറ്റ് ചെയ്യണമെങ്കിൽ, അതിനെ നമുക്ക് ജോയിൻ ചെയ്ത് ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കണമെങ്കിൽ വി നീഡ് സം സോഫ്റ്റ്വെയർസ്, ഇസ്ന്റ് അൽഗോരിതം വേണ്ടി വരും. ഇനി അങ്ങനെ നിങ്ങൾ കോറിലേറ്റ് ചെയ്ത ആ ഒരു ഔട്ട്പുട്ടിനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ വി നീഡ് അതർ ഹാർഡ് സർഫേസസ്, ഹാർഡ്വെയറുകൾ വേണം അല്ലേ? പ്രിൻ്റർ വേണം, ഡിസ്പ്ലേ വേണം. എന്ന് വെച്ചാൽ പഴയ 10ാം ക്ലാസ്സിൽ നമ്മൾ IT പഠിച്ചില്ലേ, അതേ സാധനം. ഇതൊക്കെ എന്താണ്? കമ്പോണൻസ് ഓഫ് GIS ആണ്. ആൻഡ് ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? നമ്മളെപ്പോലത്തെ ആവശ്യമുള്ള ആൾക്കാർക്ക് വേണ്ടി. സോ യൂസ് ചെയ്യുന്ന ഞാനും എന്താണ്? ഇതിലൊരു കമ്പോണൻ്റ് ആണ്. ക്ലിയർ അല്ലേ? ഈസ് ദാറ്റ് ഓക്കെ? സോ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് കമ്പോണൻസ് ഓഫ് GPS, ദാറ്റ് ഈസ് ടേംഡ് ആസ് ഹാർഡ്വെയർ ആണ്. ഓക്കെ, ഹാർഡ്വെയർ ലൈക്ക് it is used to store, process and display data. Hardware എന്ന് വെച്ചാൽ it is used to store, process and display data. Okay, used to store, process and display data. Okay, that is termed as hardware. Then second one is എന്താണ്? softwares ആണ്. software ആണ്. Okay അല്ലേ? software എന്താണ്? These are the programs for correlating the hardware data. Okay, these are the programs for correlating
ദ ഹാർഡ്വെയർ ഡാറ്റ എസ് ഡി എന്ന് എഴുതിയിരിക്കുകയാണ് ഹാർഡ്വെയർ ഡാറ്റ. എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ച് സോഫ്റ്റ്വെയർസിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു ഗൂഗിൾ എർത്ത് എന്താണ്? ഗൂഗിൾ എർത്ത് എന്താണ്? വൺ ഓഫ് ദ സോഫ്റ്റ്വെയർ ആണ്. ഗൂഗിൾ മാപ്സ് എന്താണ്? ഗൂഗിൾ മാപ്പ് എന്താണ്? ഓക്കെ, മറ്റൊരു സോഫ്റ്റ്വെയർ ആണ്. യെസ്, ആർക്ക് GIS, ARC GIS. Okay, then there is a gas GIS or GASS GIS etc. Okay, ഇതൊക്കെ എന്താണ്? സം ഓഫ് ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഏതാണ്? ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. സോ ദിസ് ഇസ് എ സെക്കൻഡ് കമ്പോണൻറ്റ്. ദെൻ തേർഡ് കമ്പോണൻറ്റ് ഏതാണ്? തേർഡ് കമ്പോണൻറ്റ് ഈസ് ഡാറ്റ ഇറ്റ്സെൽഫ്. എന്താണ്? നിങ്ങൾ ഈ കൊടുക്കുന്ന ഡാറ്റ അല്ലേ, ഈ ഡാറ്റ അല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല. എടാ എന്തെങ്കിലും വേണ്ടേ കോറിലേറ്റ് ചെയ്യാൻ അല്ലേ, എന്തെങ്കിലും വേണ്ടേ കോറിലേറ്റ് ചെയ്യാൻ. സോ ഡാറ്റ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. Data is a very important part of, yes, clear. Then there is a methods or we can say users. Okay, fourth one ഏതാണ്? Users. And fifth one എന്താണ്? Network. Clear. So ഇതൊക്കെയാണ്, ഇത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. Which are the components of GIS എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. Yes, hardware, software, data, user, network. Or you can one more say you can add the methods. Okay, ഇതെല്ലാം എന്താണ്? നമ്മുടെ components of ഏതാണ്? GIS ആണ്. Clear അല്ലേ? So that is going to be the end of the discussion for GPS, remote sensing and GIS ആണ്. Clear അല്ലേ? മോഡേൺ സർവേ എന്ന് പറയുന്ന ടോപ്പിക്കിൽ കൂടുതലും കണ്ടുവന്നിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. Okay, we are going to wind up this session. We will see in the next session. Till then, thank you.